പ്രേക്ഷകരെ, എന്റെ പിന്നിൽ കാണുന്നത് ഒരു ചരിത്ര സ്മാരകമാണ്, തൂക്കുപാലം. 1880 ഈ തൂക്കുപാലം നിർമ്മിക്കുന്നത്. ഇന്നേക്ക് 1880 തുറന്നുകൊടുത്ത ഈ തൂക്കുപാലത്തിന് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്നത്തെ തിരുവിതാംകൂർ മാറി, അന്നത്തെ പുനലൂരും മാറി, പുനലൂരിന്റെ രാഷ്ട്രീയ സ്വഭാവവും മാറി. കൊല്ലം ജില്ലയിൽ നവകേരള സദസ്സിന്റെ പര്യടനം അല്പസമയം മുമ്പ് പുനലൂരിൽ വന്നു മടങ്ങി. ഒട്ടേറെ പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് നമ്മൾ പ്രതീക്ഷിച്ചതെങ്കിലും പ്രതിഷേധങ്ങളുടെ അഗ്നിജ്വാലയിലാണ് ഇന്ന് കേരളത്തിൽ നവകേരള സദസ്സ് നടക്കുന്നത്. എല്ലാ വാക്കുകളും ഗവർണർക്കെതിരെയാണ്, എല്ലാ പ്രതികരണങ്ങളും കേന്ദ്ര സർക്കാരിനെതിരെയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുന്നു, ഗവർണറിനെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിമർശനം. ആ ഗവർണർക്കൊപ്പം കൂട്ടുചേർന്നുകൊണ്ട് കേരളത്തെ നശിപ്പിക്കാൻ പ്രതിപക്ഷം ഒരുങ്ങുന്നത് എന്തിനാണ് എന്ന് മുഖ്യമന്ത്രി എല്ലാ വേദിയിലും പരസ്യമായി ചോദിക്കുകയും ചെയ്യുന്നു. നവകേരള സദസ്സിന്റെ പര്യടനം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ, കൊല്ലം ജില്ലയിലേക്ക് എത്തുമ്പോൾ പ്രതിഷേധങ്ങൾ കാണുന്നില്ലേ എന്നാണ് ജനസഭ ചോദിക്കുന്നത്. പുനലൂർ മണ്ഡലത്തിൽ നിന്നും ജനസഭ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തുന്നു. പ്രതിഷേധങ്ങൾ കാണുന്നില്ലേ ഗവർണറും മുഖ്യമന്ത്രിയും? ചർച്ചയിൽ നമ്മുടെ പ്രതിനിധികളിലേക്ക് ഞാൻ ആദ്യം പോകുന്നു. ആദ്യം ദിലീപ് ദേവസ്യ ഇന്നിപ്പോ മുഖ്യമന്ത്രിയുടെ പ്രസ് മീറ്റ് കവർ ചെയ്തത് ദിലീപാണ്. ഇന്ന് എന്താണ് മുഖ്യമന്ത്രി പതിവിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പറഞ്ഞത്? ഗവർണറെ കടന്നാക്രമിച്ചു മുഖ്യമന്ത്രി. എന്താണ് ഗവർണർ പറഞ്ഞത് ചുരുക്കത്തിൽ? തീർച്ചയായിട്ടും ഇന്ന് ഗവർണറെ ആഞ്ഞടിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം കേന്ദ്ര മന്ത്രിസഭയുടെ ഇതിൽ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നുള്ള കാര്യങ്ങളടക്കം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഈ SFIക്കാരുടെ സമരത്തെ ന്യായീകരിച്ചുകൊണ്ടുമാണ് ഇന്ന് SFIയുടെ സമരത്തെ ന്യായീകരിച്ചുകൊണ്ടും ഗവർണറെ കടന്നാക്രമിച്ചുകൊണ്ടുമാണ് പ്രധാനമായും മുഖ്യമന്ത്രി സംസാരിച്ചത് മാധ്യമങ്ങൾക്കൊപ്പം. അതേസമയം ഇന്നലെ നമ്മൾ മുഖ്യമന്ത്രിയോട് ഈ പ്രതിഷേധങ്ങൾ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മൈക്ക് ഓഫ് ചെയ്തെങ്കിൽ ഇന്ന് കോടതി ചോദ്യങ്ങൾ വേണ്ട എന്ന് മുഖ്യമന്ത്രി. അതായത് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ആദ്യം തന്നെ വന്നിട്ട് ഇന്നത്തെ ചോദിച്ചത് മനോരമ പത്രത്തിന്റെ ലേഖകൻ ആര് എന്നാണ് ചോദിച്ചത്. കാരണം മനോരമ പത്രത്തിൽ ഇന്നത്തെ ആദ്യത്തെ പേജിൽ തന്നെ മുഖ്യമന്ത്രി അരുണേട്ടൻ പറഞ്ഞതുപോലെ ആ മൈക്ക് ഓഫ് ചെയ്ത് പോകുന്നതാണ്. പക്ഷെ ഇന്നലത്തെ പത്രത്തിൽ കൃത്യമായിട്ട് ആ ഗവൺമെന്റ് അടിക്കുന്ന ചിത്രങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചു ഇന്നലത്തെ പത്രം കണ്ടിട്ടില്ലെന്ന്. ആ സമയത്താണ് മുഖ്യമന്ത്രിയുടെ ചോദ്യം കോടതിയിൽ ചോദിക്കുന്നത് പോലെ ചോദ്യങ്ങൾ വേണ്ട എന്നുള്ളത്. അതായത് നമ്മൾ ആക്രമിക്കുന്നത് കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗവൺമെന്റ് ആക്രമണം കണ്ടിട്ടില്ല. അതായത് മന്ത്രിമാരടക്കമുള്ള സംഘം സഞ്ചരിക്കുന്ന വാഹനത്തിലേക്ക് ആര് ആക്രമിക്കാൻ വന്നാലും അത് തടയുക എന്നുള്ള ലക്ഷ്യമാണ് ഗവൺമെന്റ്, കർത്തവ്യമാണ് ഗവൺമെന്റ്. ചോദ്യങ്ങൾ വേണ്ട എന്ന് മുഖ്യമന്ത്രി ഇന്ന് പറയുന്നു. ഇന്നലെ മുഖ്യമന്ത്രി മൈക്ക് ഓഫ് ചെയ്തിട്ട് പോകുന്നു. ഇത് രണ്ടും ഇന്ന് നമ്മൾ പ്രസ് മീറ്റിൽ കണ്ടതാണ്. ഒപ്പം ഗവർണറെ കടന്നാക്രമിക്കുകയും ചെയ്തു. ഇന്നിപ്പോ പി. പ്രവീണ ഇവിടെ ഏത് മണ്ഡലമാണ് കവർ ചെയ്തത്? ഞാൻ ഇന്ന് ആദ്യത്തെ മണ്ഡലം പത്തനാപുരത്ത് എന്തായിരുന്നു പ്രധാനമായും സംസാരിച്ചത്? എന്താണ് പ്രതിഷേധത്തിന്റെ സ്വഭാവം? എന്തായിരുന്നു? പത്തനാപുരത്തേക്ക് ഞങ്ങൾ പോകുമ്പോൾ തന്നെ ആദ്യം യൂത്ത് കോൺഗ്രസിന്റെയും KSUന്റെയും പ്രതിഷേധം ഉണ്ടായിരുന്നു. മണിക്കൂറുകൾക്ക് മുൻപ് നടന്ന പ്രതിഷേധം അപ്പോൾ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് മാറ്റി. പക്ഷെ കൗതുകരമായത് BJPയുടെ ഒരു ജനപ്രതിനിധിയുടെ, രഞ്ജിത്ത് എന്ന ജനപ്രതിനിധിയുടെ സമരമായിരുന്നു. മൊത്തം വെള്ളയടിച്ച് തലമുടി മുതൽ കാല് വരെ ഫുൾ വെള്ളയടിച്ച് രാജാവ് വരുന്നു, രാജാവിന് കറുപ്പ് കാണുമ്പോൾ വെറുപ്പാണ്, അതുകൊണ്ട് ഞാൻ എന്റെ രാജാവിനെ സ്വീകരിക്കാൻ വെള്ളയിൽ പോന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞ പ്രതിഷേധം. അതെ, ഒറ്റയാൾ പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അപ്പൊ തന്നെ തൂക്കിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പോലീസ് അയാളെ തെറി വിളിക്കുന്നുണ്ടായിരുന്നു, തിരിച്ചു വിളിക്കുന്നുണ്ടായിരുന്നു. അത് പോയി. അതിനുശേഷം പത്തനാപുരത്ത് എത്തുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇത്രയും ദിവസം റിപ്പോർട്ട് ചെയ്ത് വരുന്നത് കൃത്യമായി ഗവർണർക്കെതിരെ ആഞ്ഞടിക്കുന്നു, അതുപോലെ തന്നെ UDFനെതിരെ ആഞ്ഞടിക്കുന്നു. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രസംഗം കൂടി ആയിരുന്നു ഈ സ്ഥലത്ത്. അതായത് ഭരണ നേട്ടങ്ങൾ പറയുന്നതിനപ്പുറം രാഷ്ട്രീയ പ്രസംഗം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പത്തനാപുരത്ത് നേരെ തിരിച്ചായിരുന്നു. ഭരണ നേട്ടങ്ങൾ എണ്ണി പറയുന്നു. 2016 മുൻപ് ഇതൊന്നും ഇല്ലായിരുന്നു. 2016 ശേഷം, അതായത് 7.5 വർഷം കൊണ്ട് കാലം കൊണ്ടുവന്ന മാറ്റങ്ങൾ മാത്രം പറഞ്ഞാണ് പോയത്. അതിനിടയിൽ അവസാനം മാത്രം കേന്ദ്ര സർക്കാർ ഞെരുക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും പറഞ്ഞു വെക്കുക. എന്താണ് അർജുൻ കണ്ടതെന്ന്? ഞാനിന്ന് പുനലൂർ മണ്ഡലത്തിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങി ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ ഒരു പ്രതിഷേധത്തിന്റെ സ്വഭാവമുള്ള ഒരു സംഭവം ഉണ്ടായി. അതായത് പ്രതിഷേധിക്കാൻ ആൾ എഴുന്നേറ്റു. ഒരാൾ അങ്ങോട്ടേക്ക് ഈ വേദിക്കരികിലേക്ക് പാഞ്ഞെടുത്തു. അപ്പോൾ തന്നെ പോലീസുകാരൊക്കെ തന്നെ അയാളെ തടഞ്ഞു, കസ്റ്റഡിയിലെടുത്ത് മാറ്റി.
പിന്നീട് മുഖ്യമന്ത്രിയുടെ പ്രസംഗം മുഴുവൻ ഇത്തരം പ്രതിഷേധങ്ങളെക്കുറിച്ചായിരുന്നു. ഗവർണറെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചും കാര്യമായി പോയില്ല. അതിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞതടക്കമുള്ള കാര്യങ്ങളെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് വീണ്ടും വിശേഷിപ്പിച്ചു. ഇതൊരു ഇന്നും മുഖ്യമന്ത്രി ഡിവൈഎഫ്ഐ നടത്തിയ അന്നത്തെ അതിക്രമങ്ങളെ ജീവൻ രക്ഷാ ദൗത്യം എന്ന പേരിൽ തന്നെ വിശേഷിപ്പിച്ചു. അതെ, കൃത്യമായിട്ട് അത്തരത്തിൽ തന്നെ പറഞ്ഞു. അവരെ ഞങ്ങൾ രക്ഷിക്കുകയായിരുന്നു ചെയ്തത് എന്ന് പറഞ്ഞു. ചില കോൺഗ്രസ് നേതാക്കൾ രക്തസാക്ഷികളെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. അതിനോടൊപ്പം തന്നെ ഈ അവിടെ നടന്ന സംഭവത്തെയും അദ്ദേഹം ഇതുമായി കണക്ട് ചെയ്തു. അതായത് ചില ആളുകൾ ഈ പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടതാണ് ഇത്തരക്കാരെ. പലപ്പോഴും മാധ്യമങ്ങൾ ആസൂത്രണം നടത്തുന്നുണ്ട്, ഈ ആസൂത്രണത്തിൽ പങ്കാളികളാവുന്നുണ്ട്. അത്തരമൊരു കാഴ്ചയാണ് എറണാകുളത്ത് കണ്ടത്. പക്ഷേ ഇവിടെ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന് മുമ്പിലേക്ക് തന്നെ ഈ പ്രതിഷേധക്കാരൻ വന്നിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി നേരിട്ട് കണ്ട സംഭവമാണ്. പക്ഷെ അത് ഒരു നേരത്തെ ഗൂഢാലോചന നടത്തി മറ്റാരോ പറഞ്ഞു വിട്ടതാണെന്ന് പറയുന്നു. പോലീസിനോട് അന്വേഷിച്ചപ്പോൾ ഒരു മദ്യപാനിയാണ്, അയാൾ അത്തരത്തിൽ ചില പ്രാദേശികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അതിഥികളിലേക്ക് കൂടി ഒന്ന് പോകുന്നു. പുനലൂരിൽ നിന്നാണ് തത്സമയം ഈ ജനസഭ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. പ്രതിഷേധങ്ങൾ കാണുന്നില്ലേ എന്നതാണ് ചോദ്യം. ആദ്യ ചോദ്യം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്കാണ്. തുടർച്ചയായി പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങളോട് ഇന്നലെ മൈക്ക് ഓഫാക്കുന്നത് കാണുന്നു. ഇന്ന് കോടതി ചോദ്യങ്ങൾ വേണ്ട എന്ന് പറയുന്നു. പ്രതിഷേധങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ മാത്രം മുഖ്യമന്ത്രി കാണുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യവും നമ്മുടെ മുന്നിൽ ഉണ്ടാവുന്നു. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പര്യടനം കൊല്ലം ജില്ലയിലെത്തുമ്പോഴും അതേ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊപ്പം അതിഥികളായി CPM-ൽ നിന്നും SR അരുൺ ബാബു ചേരുന്നുണ്ട്, കോൺഗ്രസിൽ നിന്നും ഫൈസൽ കുളപ്പാടം, BJP-യിൽ നിന്നും അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ അല്പസമയത്തിനകം നമുക്കൊപ്പം എത്തും. അദ്ദേഹം ഇവിടെ ഉണ്ട്. നമസ്കാരം. ഞാൻ അങ്ങേ കണ്ടില്ല, ഞാൻ തുടങ്ങിയ സമയത്ത് ശ്രീ സോമനെ കണ്ടില്ല. താങ്ക് യു. അങ്ങയുടെ ഫോൺ വിളിക്കാൻ വേണ്ടി ഞങ്ങൾ അല്പം ടെൻഷനിലുമായിരുന്നു. താങ്ക് യു. അഡ്വക്കേറ്റ് വൈക്കൽ സോമനും നമുക്കൊപ്പം എത്തിയിട്ടുണ്ട്. ആദ്യ ചോദ്യം അരുണിലേക്കാണ്. അരുൺ, ഒറ്റ ചോദ്യം. മുഖ്യമന്ത്രി പ്രതിഷേധം കാണുമ്പോൾ ഇന്റർവെൽ വരെ മാത്രമേ കാണത്തുള്ളൂ. ഇന്റർവെല്ലിന് ശേഷം മുഖ്യമന്ത്രിക്ക് എന്താണ് കാഴ്ച മറയുന്നത്? പ്രതിഷേധത്തിന്റെ ഇന്റർവെൽ വരെ മുഖ്യമന്ത്രി കാണുന്നത് ബസ്സിലേക്ക് ചാടുന്ന പ്രവർത്തകരെയാണ്, പോലീസ് പിടിച്ചു മാറ്റുന്നവരെയാണ്. ഇന്റർവെല്ലിൽ കഴിഞ്ഞാണ് രണ്ടാമത്തെ സീൻ. ഒന്നുകിൽ അംഗരക്ഷകൻ വന്നടിക്കും, അതല്ലെങ്കിൽ ഡിവൈഎഫ്ഐക്കാർ വന്നടിക്കും. അത് മുഖ്യമന്ത്രി കാണത്തില്ല. മുഖ്യമന്ത്രി ഇന്റർവെൽ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ട നാടാണ്. എന്നാൽ അടുത്ത കാലത്തായിട്ട് കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും KSU എല്ലാം നടത്തുന്ന സമരങ്ങൾ ഒരു സമരാഭാസം എന്ന നിലയിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നോ രണ്ടോ ആളുകൾ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് ചാടി ഏതെങ്കിലും തരത്തിലൊരു അപകടമുണ്ടായി അതിൻ്റെ ഭാഗമായി ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വലിയ ശ്രമം കേരളത്തിനകത്ത് നടത്തുകയാണ്. അത് ഏതെങ്കിലും ഒരു സമരത്തിൻ്റെ ഭാഗമായി കാണാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ DYFIയും SFIയും എല്ലാം തന്നെ നിരവധി സമരങ്ങൾ നടന്നു. ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് സമരം. ആ നിലയിൽ കേരളം ഒരുപാട് സമരങ്ങൾ കണ്ട, ഇതിഹാസ തുല്യമായ നിരവധി സമരങ്ങൾ കണ്ട നാടാണ്. മുൻകൂട്ടി സമരം പ്രഖ്യാപിക്കുകയും ആയിരക്കണക്കിന് ആളുകൾ അണിചേരുന്ന സമരങ്ങളാണ് കേരളം കണ്ടുള്ളത്. കൂത്തുപറമ്പ് വെടിവെപ്പടക്കമുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ SFI നടത്തിയിട്ടുള്ള നിരവധി സമരങ്ങൾ, കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ട് SFIയുടെ മുൻ സെക്രട്ടറി ആയിരുന്ന സഖാവ് P. ബിജു അടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റ SFIയുടെ സമരത്തിലേക്ക് വെടിവെപ്പ് നടന്ന DYSP ആയിട്ടുള്ള രാധാകൃഷ്ണൻ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വെടിവെപ്പ് നടത്തിയിട്ടുള്ള അടക്കമുള്ള നിരവധി സമരങ്ങൾ, രക്തസാക്ഷിത്വം അടക്കം വരിച്ചിട്ടുള്ള നിരവധി സമരങ്ങൾ കണ്ട നാടാണ്. പക്ഷേ ഇന്നത്തെ സമരം എന്താണ്? ആ പങ്കാളിത്തം തീരെയില്ലാത്ത ഒന്നോ രണ്ടോ ആളുകൾ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ ആ വാഹനത്തിന് മുമ്പിലേക്ക് എടുത്തു ചാടി ജീവൻ തന്നെ ബലി കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ചാവേറുകളെ പോലെ സമരമുറ മാറ്റുക എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ ഒരു സമരാഭാസമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണോ ഈ ബസ് പോയതിനു ശേഷം അംഗരക്ഷകൻ നീണ്ട ചൂരൽ വടിയുമായി തലക്കടിക്കുന്നത്? അങ്ങനെയല്ല, അങ്ങനെ പൂച്ചട്ടി വെച്ച് തലക്കടിക്കുന്നത്, ഹെൽമറ്റ് വെച്ച് തലക്കടിക്കുന്നത് സമരത്തിന്റെ പശ്ചാത്തലം കണ്ടിട്ടുണ്ടാവില്ല. പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ഇത് ജീവൻ രക്ഷാ ദൗത്യമാണെങ്കിൽ മനസ്സിലാക്കാം. പിടിച്ചു മാറ്റുന്നത് ഇവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും അവരെ ഉന്തി മാറ്റി വീണ്ടും ബസ്സിന് മുമ്പിലേക്ക് അല്ലെങ്കിൽ ഈ പുറകിൽ വരുന്ന പൈലറ്റ് വാഹനങ്ങളുടെ മുമ്പിലേക്ക് ചാടി ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം, അതിന് മാത്രം അന്തരീക്ഷം ഉണ്ടാക്കുക. ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ ഗവർണറെ പാളയത്ത് എന്താണ് ചെയ്തത്? പാളയത്ത് ഗവർണർ സഞ്ചരിച്ച ബെൻസിൽ പോയി കമ്പൗണ്ട് ഇടിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് കണ്ടത്? നമ്മൾ കേരള പോലീസ് കേസ് ഗവർണറുടെ ഓഫീസിൽ നിന്ന് കൊടുത്ത, രാജ്ഭവനിൽ നിന്ന് കൊടുത്ത കേസ് മാത്രമല്ലേ? ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനാണ്. ഗവർണറുടെ ഓഫീസിൽ നിന്നും കൊടുത്ത പരാതി ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ ആകെ മുമ്പിൽ ആ ചിത്രങ്ങളുണ്ട്. SFIയുടെ പ്രവർത്തകർ
സമാധാനപരമായി കറുത്ത തൂവാല വീശിക്കൊണ്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കായിരുന്നു. അങ്ങനെയല്ലായിരുന്നല്ലോ ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അങ്ങനെയല്ലായിരുന്നല്ലോ. വാഹനം വരുമ്പോൾ എടുത്ത് ചാടുന്നു, കയ്യിലിരിക്കുന്ന വടി കൊണ്ട് അദ്ദേഹത്തിന്റെ കാറിൽ കുത്തുന്നു. 76,000 രൂപയുടെ നഷ്ടം പൊതുമുതലിലുണ്ട് എന്നതാണ് കേരള പോലീസ് പറയുന്നത്. PDPP ആക്കി വെച്ചു. സർ, PDPP ആക്കി വെച്ചു. എന്താണ് അത്? നമ്മൾ കണ്ടതല്ലേ അവിടെ എന്താ സംഭവിച്ചത്? SFI പ്രവർത്തകർ സമരം നടത്തുന്നു. ഒരു VIP സെക്യൂരിറ്റി ഉള്ള ഗവർണർ ആ വാഹനം നിർത്തി തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് ചെറിയ കുട്ടികളോട്, വിദ്യാർത്ഥികളായിട്ടുള്ള തന്നേക്കാൾ ഒരുപാട് പ്രായത്തിന്റെ കുറവുള്ള ചെറിയ കുട്ടികളോട് കലാപമുണ്ടാക്കാൻ, തർക്കിക്കാൻ, സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നല്ലേ നമ്മൾ കണ്ടത്. ഫൈസൽ കുളപ്പാടം, പ്രതിഷേധം മുഖ്യമന്ത്രി കാണുന്നില്ലേ എന്നതായിരുന്നു ചോദ്യം. മുഖ്യമന്ത്രി പ്രതിഷേധം കാണുന്നുണ്ട്, പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ പ്രതിഷേധം വ്യാപകമായിട്ട് കാണുന്നില്ല. എണ്ണത്തിൽ കുറവാണ്. 2 or 3 പ്രവർത്തകർ മാത്രം എടുത്തു ചാടുന്ന പ്രവർത്തകർ ആത്മഹത്യാ സ്ക്വാഡ് ആണ് എന്ന് CPM പറയുന്നു. എന്റെ ഒറ്റ ചോദ്യം ഇതാണ്, നിങ്ങൾ ഇന്ന് സർവകലാശാലയിൽ നടന്ന പ്രതിഷേധം കണ്ടില്ലേ? എവിടെ KSU? നിങ്ങൾ ഈ കേരള സർക്കാരിനെതിരെ മാത്രമേ നിങ്ങൾക്ക് പ്രതിഷേധമുള്ളൂ. ഗവർണർക്കെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമില്ലേ? സർവകലാശാലയെ കാവ്യവൽക്കരിക്കുന്നതിനെതിരെ KSUവിന് കമാന്നൊരു അക്ഷരമില്ലേ? ചോദ്യമാണ് കേരളത്തിന്റെ. ഇവിടെ മുഖ്യമന്ത്രിക്ക് തിമിരം ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് തിമിരം ബാധിച്ചതോടുകൂടി മുഴുവൻ CPMകാർക്കും തിമിരം ബാധിച്ചിരിക്കുകയാണ്. അവർ ചില സിനിമയിൽ നായക കഥാപാത്രം കുറച്ച് മാത്രമേ കാണൂ, ബാക്കി ഓർമ്മ വരില്ല. ആ രീതിയിലാണ് ഇവിടെ മുഖ്യമന്ത്രി ഓരോ സന്ദർഭത്തിലും പറയുന്നത്. ഇവിടെ പകൽ പോലെ എല്ലാ ആളുകളും കൃത്യമായിട്ട് കണ്ടതാണ്, പൊതുസമൂഹം മുഴുവൻ കണ്ടതാണ്. ഇവിടെ CPMന്റെയും അതുപോലെ തന്നെ DYFIയുടെയും ജീവൻ രക്ഷാ പ്രവർത്തകർ നടത്തിയിട്ടുള്ള പ്രവർത്തനം. എന്താണ് ജീവൻ രക്ഷാ പ്രവർത്തകർ നടത്തിയത്? ഇവിടെ ചെടിച്ചട്ടി ഉപയോഗിച്ച്, ഹെൽമറ്റ് ഉപയോഗിച്ച് അടിക്കുകയും അതിനുശേഷം ഒരു തൂണിൽ ചാരി നിർത്തിക്കൊണ്ട് 10-20 പേര് ചേർന്നുകൊണ്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ മർദ്ദിക്കുന്ന സമീപനമാണ് ഇവിടെ നടന്നത്. ഇതൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിക്ക് തിമിരം ബാധിച്ചിരിക്കുന്നു എന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നത്. പിന്നീട് ഗവർണറുടെ കാര്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഗവർണറുമായി ബന്ധപ്പെട്ട് SFI അവിടെ ഒരു സമരം നടത്തി. എന്താണ് സമരം നടത്തിയത്? ഗവർണർ വരുന്നതിന് മുമ്പ് SFIക്കാർ അവിടെ വന്നിരുന്ന് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു സമരം, അതായത് പോലീസുകാരെന്ത് വന്നു കഴിഞ്ഞാലും SFIയെ കുഞ്ഞുവാവ എന്ന് പറഞ്ഞുകൊണ്ട് താലോലിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആർഷ ഉൾപ്പെടെയുള്ള അവർ അവിടെ ഷോ കാണിക്കുന്ന സമീപനമാണ്. KSUവിനൊരു നേതാവുണ്ടല്ലോ, എന്താ പേര്? സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് കേരള വർമ്മയിൽ തോറ്റതിനു ശേഷം ആ KSU പ്രസിഡന്റിനെ കേരളം കണ്ടിട്ടുണ്ടോ സർ? ആ KSU പ്രസിഡന്റ് ഇപ്പോൾ എവിടെയാണ്? കേരളം മുഴുവൻ വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിൽ SFI നിൽക്കുമ്പോൾ KSUവും MSFും എവിടെയെന്നൊരു ചോദ്യമുണ്ട്. അത് നിങ്ങൾ പറയുന്നു സമര നാടകമാണ്. നിങ്ങൾ ഇന്ന് കണ്ടത് സമര നാടകമാണോ? ആ സമര നാടകത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടല്ലേ ഗവർണർ ഇന്ന് നഗരത്തിലേക്ക് ഇറങ്ങുന്നത്. KSU എവിടെ ഇന്നത്തെ ദിവസം? സമര നാടകമാണ് എന്ന് ഞങ്ങൾ പറയുവാൻ ഇടയായ സാഹചര്യം, അവിടെ SFIയുടെ ഫ്ലെക്സ് ഉയർത്തുന്നു. അപ്പോൾ മലപ്പുറം SP-യോട് വന്ന് കയർത്തുകൊണ്ട് ഗവർണർ സംസാരിക്കുന്നു ഈ ഫ്ലെക്സ് മാറ്റാൻ. പിണറായി വിജയന്റെ അധീനതയിലുള്ള പോലീസ് ആ ഫ്ലെക്സ് വലിച്ചു കീറുന്ന ദയനീയമായുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിനുശേഷം പോലീസിന്റെ സാന്നിധ്യത്തിൽ ആർഷ വന്നു നിന്ന് ആ ഫ്ലെക്സ് കെട്ടുന്നു. എന്ത് ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. എനിക്ക് സംശയം ചോദിക്കട്ടെ, നിങ്ങൾ ഇവിടെ നിന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനാ? ഇത് ഒന്നും ലോകം കേൾക്കുന്നില്ല. ഈ ചർച്ച ശല്യപ്പെടുത്തുന്നല്ലാതെ പ്രയോജനമില്ല. ഒന്ന് നിശ്ചയം പാലിച്ചതുണ്ടായിരിക്കും. ചേട്ടാ, ഇംഗ്ലാസ് സിന്ദാബാദ് പിന്നെ വിളിക്കാം ഈ ചർച്ച കഴിഞ്ഞിട്ട്. റൈറ്റ്. അപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക് വന്നാൽ, എന്തുകൊണ്ടാണ് KSU പ്രവർത്തകരെ കോഴിക്കോട് സർവകലാശാലയിൽ കാണാത്തത് എന്ന ചോദ്യം മുഴങ്ങിക്കേൾക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് തൃപ്തികരമായ മറുപടി ഇപ്പോഴും നിങ്ങൾ ഒഴിയുന്നത് ഇങ്ങനെയാണ്, അത് സമര നാടകമാണ്. നിങ്ങൾ ഇന്ന് കണ്ടത് സമര നാടകമാണോ? ഗവർണർക്കെതിരെ ഇവിടെ ആദ്യമായി ശബ്ദിച്ചത് കോൺഗ്രസുകാരാണ് ശബ്ദിച്ചത്. ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞത് ആരാണ്? കോൺഗ്രസുകാരാണ്. അപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരാണ് തലോടി ഗവർണറെ ഇവിടെ ഇരുത്തിയത്. ഇവിടുത്തെ തൊട്ടടുത്തുള്ള മന്ത്രിയുണ്ട് ബാലഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഗവർണറിന്റെ പിൻവാതിലൂടെ കടന്നു ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് താല്പര്യമുള്ള ആളുകളെ വെക്കുന്നതിനുള്ള ശുപാർശ ചെയ്തു എന്ന് ഈ അടുത്ത സമയമാണ് ഗവർണർ വന്നത്. ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു കാര്യം പറയാൻ പോവുകയാണ്. ഇവിടെ വ്യക്തമായിട്ട്, അരുണെ ഞാൻ സംസാരിക്കട്ടെ, വ്യക്തമായിട്ടൊരു കാര്യം പറയുകയാണ്. ഗവർണറുടെ
സ്റ്റാഫുകൾ, ഫോട്ടോഗ്രാഫർ ഉൾപ്പെടെയുള്ള സ്റ്റാഫുകളെ സ്ഥിരമാക്കിയത് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റാണ് സ്ഥിരമാക്കിയത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം സ്ഥിരമാക്കിയത്. അത് ആരുടെ കയ്യിൽ നിന്നും അരുൺ, ഇതൊരു സമര നാടകമാണെന്നും CPM-ഉം BJP-യും തമ്മിലുള്ള അല്ലെങ്കിൽ ഗവർണറും തമ്മിലുള്ള നാടകമാണ് നടന്നുകൊണ്ടിരിക്കുന്നതുമെന്നാണ് കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്നത്. അതിന് ഉദാഹരണമായി പറയുന്നത്, നിങ്ങളൊരു ലിസ്റ്റ് നേരത്തെ കൊടുക്കും, അവിടെ സർവകലാശാല അപ്പോയിന്റ്മെന്റ് നടക്കും. അത് ഗവർണർ ഇത്തവണ മാറ്റി ഗവർണർ സ്വന്തമായിട്ട് ABP ശാഖയിൽ നിന്ന് ലിസ്റ്റ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമായി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫൈസൽ ഇവിടെ പറഞ്ഞപ്പോൾ വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഈ KSU എന്ന് പറയുന്ന സംഘടന നമ്മൾ കാണേണ്ടത് രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തു. അതിനെതിരായിട്ട് തിരുവനന്തപുരം നഗരത്തിൽ ആ ഇന്ദിരാഭവന്റെ മുമ്പിൽ ഒരു 10 ആളെ കൂട്ടി ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ കഥയില്ലാത്ത ആളുകളാണ് ഈ KSU, ഈ KSU-യും യൂത്ത് കോൺഗ്രസും എല്ലാം. ഇപ്പൊ പാലസ്തീനിലെ കുരുന്നുകളെ കൊന്നെടുക്കുമ്പോൾ, പാലസ്തീനിൽ വംശഹത്യ നടത്തുമ്പോൾ ഈ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയ സ്ഥലത്ത് നിന്ന് അവിടുന്ന് ഒരു പ്രിന്റ് എടുത്തോണ്ട് ഈ കുരുന്നുകളെ കൊന്നൊടുക്കരുതെന്ന് പറഞ്ഞ ആ പാലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കാൻ ഒരു സമരം നടത്തിയ ആളുകളല്ല ഈ യൂത്ത് കോൺഗ്രസ്. യൂത്ത് കോൺഗ്രസ് എവിടെയാണ്? ഞങ്ങൾ നാട്ടെ ലക്ഷക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ച് മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ വീട് നിൽക്കുന്ന അടൂരെങ്കിലും 10 ആളെ കൂട്ടി ഒരു ചങ്ങല തീർക്കാൻ, ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ, ഈ രാജ്യത്തെ വർഗീയതയ്ക്കെതിരായി, ഈ രാജ്യത്തെ BJP-യുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മതരാഷ്ട്രവാദം, ഈ ജനവിരുദ്ധമായ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്നു, തൊഴിലില്ലായ്മ അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തി കേരളത്തോടുള്ള അവഗണന, റെയിൽവേ യാത്രാ ദുരിതം, ഈ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ മനുഷ്യച്ചങ്ങല തീർക്കുകയാണ്. ഒരു 100 ആളെ കൂട്ടി ഈ നയത്തിനെതിരായ ഒരു സമരം നടത്താൻ ഇവർക്ക് കഴിവുണ്ടോ? കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSU ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയുന്നത് ഇടയ്ക്കിടയ്ക്ക് 2 ആളെയും കൂട്ടി വന്ന് ഈ സമരാഭാസം നടത്തുന്നതിന്റെ ഭാഗമായി നിങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്ന അനാവശ്യമായ പ്രാധാന്യം വെച്ചിട്ടാണ് കേരളത്തിൽ യൂത്ത് കോൺഗ്രസും KSU-യും ജീവിച്ചിരിപ്പുണ്ടെന്ന് ആളുകൾ അറിയുന്നത്. ഫൈസൽ, ഒറ്റ കാര്യമുള്ളൂ, കേരളത്തിലെ ലൈവ് സംപ്രേഷണം നിന്നാൽ നിങ്ങളുടെ കുറ്റിയേറ്റുപോകും. ഇവിടെ യൂത്ത് കോൺഗ്രസും KSU-യും നടത്തുന്ന സമരങ്ങൾ നിരവധിയായിട്ടുള്ള സമരങ്ങളുണ്ട്. ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി നിലവിൽ വന്നതിന് ശേഷം എത്ര സമരമാണ് നടത്തുന്നത്? ഇവിടെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ രാവിലെ ഒരു സമരം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പുതിയ വിഷയം വരും. ആ സമരങ്ങളിലേക്ക് കടക്കേണ്ട സ്ഥിതിവിശേഷമാണ് പോകുന്നത്. ഇവിടെ 152 സ്ഥലത്താണ് KSU-യും യൂത്ത് കോൺഗ്രസും കരിങ്കൊടി കാണിച്ചത്. ഈ കരിങ്കൊടി കാണിച്ചതിന് ഇപ്പോൾ 52 സ്ഥലത്താണ് KSU-യും യൂത്ത് കോൺഗ്രസും ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ കാസർഗോഡ് മുതൽ ഇന്നിപ്പോൾ 13ാമത്തെ ജില്ലയായ കൊല്ലം എത്തി നിൽക്കുമ്പോൾ കരിങ്കൊടി കാണിച്ച 152 ഇടത്താണ്. ശ്രീ സോമൻ, യഥാർത്ഥത്തിൽ ഈ നവകേരള സദസ്സിന് വന്നു കയറുന്ന ആളുകളുടെ എണ്ണം കണ്ട് ഭയന്ന് BJP-യിലെ K. സുരേന്ദ്രന് നേതൃത്വം കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ ഗവർണറെ രംഗത്തിറക്കി നിങ്ങൾ BJP-ക്ക് വേണ്ടി പ്രചരണം നടത്തുന്നത്? ഒരിക്കലും ഇങ്ങനെ വന്നു കയറുന്ന ആൾക്കാരെല്ലാം സ്പോൺസേഡ് ആൾക്കാരാണ്. അതായത് ഇന്ന് എന്റെ ഗ്രാമത്തിൽ നടന്നതാണ്. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ അവർ ജോലി ചെയ്യാൻ തയ്യാറാണ്. അവർ ജോലി ചെയ്യാൻ തയ്യാറായി കേന്ദ്രം കൊടുക്കുന്ന ശമ്പളം പറ്റുന്ന തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ ഒപ്പിടാൻ വേണ്ടി രജിസ്റ്ററുമായിട്ട് മേറ്റു വരുന്നത് കാത്തിരിക്കേണ്ട ഗതികേടിലേക്കാണ്. ഇതൊക്കെ അണ്ടർ പ്രഷറിൽ ഓരോ പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണ് CPM-ന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ. വന്നില്ല എങ്കിൽ കുടുംബശ്രീയുടെ ആനുകൂല്യങ്ങൾ ഇല്ലാതിരിക്കും. നിങ്ങൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലി തരില്ല എന്ന് പറഞ്ഞ് പാവപ്പെട്ട സ്ത്രീജനങ്ങളെ കേരളത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആളിനെ നിറയ്ക്കുന്ന, ആളിനെ കാണിക്കുന്നത് കണ്ട് BJP ഭയപ്പെടില്ല. ഇന്ത്യ മഹാരാജ്യത്ത് ആരാണ് വിജയിച്ചത്? ഡോക്ടർ അരുൺ, BJP അല്ലേ വിജയിച്ചത്? മധ്യപ്രദേശിലാകട്ടെ, രാജസ്ഥാനിലാകട്ടെ ജനപിന്തുണ കണ്ടിട്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടാണ്. പിണറായി വിജയന്റെ സ്റ്റേജിലേക്ക് ആള് കയറുന്നത് കണ്ടിട്ട് ഭയപ്പെടുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി. ശരി, ഒരൊറ്റ ചോദ്യം. പുനലൂർ നിയോജക മണ്ഡലത്തിൽ എത്ര തൊഴിലുറപ്പുകാരുണ്ട്? പുനലൂർ നിയോജക മണ്ഡലത്തിൽ എത്ര തൊഴിലുറപ്പുകാരുണ്ട്? പഞ്ചായത്തിൽ അതിന്റെ വ്യക്തമായിട്ടുള്ള കണക്ക് ഞാൻ എടുത്തില്ല. എന്നെ ഈ എണ്ണം ചോദിച്ച് ബുദ്ധിമുട്ടിക്കും. ഞാൻ പറഞ്ഞ യാഥാർത്ഥ്യത്തിൽ നിന്നും എണ്ണം ചോദിച്ചിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ശമ്പളം പറ്റുന്ന തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഇന്ന് ഒപ്പിടാൻ മേറ്റുമാർ CPM-ന്റെ ആൾക്കാർ ബുക്ക് എത്തിച്ചില്ല. അതാണ് വിഷയം. അങ്ങനെയുണ്ടോ?
എണ്ണം ഞാൻ പറയാം. അങ്ങനെയുണ്ടോ? ഇദ്ദേഹം യാഥാർത്ഥ്യത്തോട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. തൊഴിലുറപ്പ് തൊഴിലാളി ഒപ്പിടാൻ വന്നതാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ മനുഷ്യരാണ്, അവർ ജനങ്ങളാണ്, അവർക്ക് രാഷ്ട്രീയമുണ്ട്. BJPയുടെ നേതാവിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് രാഷ്ട്രീയം പാടില്ല, അല്ലെങ്കിൽ അവർക്ക് ജനാധിപത്യം പാടില്ല, അവരൊരു പരിപാടിക്ക് പങ്കെടുത്തൂടാ എന്ന് പറയാൻ എത്ര ഹാസ്യമായിട്ടുള്ള കാര്യമാണ്. പറയട്ടെ എവിടെ ഒപ്പിടായിരുന്നു? അതൊക്കെ BJPക്ക് ആയിരിക്കും. BJPക്ക് എന്ത് ജനാധിപത്യം? നമ്മൾ കണ്ടതാണ് രാജസ്ഥാനിൽ, നമ്മളെ ഏറ്റവും അവസാനം കണ്ടതാണ് BJPയുടെ ജനാധിപത്യം. രാജസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവിടെ കോൺഗ്രസുകാരും BJPക്കാരും കൂടെ ഒരു ഗ്രാമത്തിൽ അടിയുണ്ടായി. കേസ് 2 കൂട്ടർക്കെതിരെ പോലീസ് എടുത്തു. BJP അധികാരത്തിൽ വന്ന് 3-ാം ദിവസം ഇവരുടെ കോൺഗ്രസുകാരായിട്ടുള്ള ആളുകളുടെ വീടുകൾ ബുൾഡോസർ ഇടിച്ച് നിരത്തി. ഇതിനെതിരെ ഈ കോൺഗ്രസിന്റെ ആളുകൾ പത്രം വായിക്കാത്തോണ്ട് ഇവരിതൊന്നും അറിയത്തില്ല. ഇതാണ് ഇവരുടെ ജനാധിപത്യം. ഇവരാണ് ജനാധിപത്യം പറയുന്നത്. അവര് ജയിച്ചു. അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയത്തിന് മുമ്പിൽ കോൺഗ്രസിന്റെ ഈ നിലപാടുകളുടെ കൂടി വിജയമാണ് BJP ജയിച്ചത്. ഇന്ന് നാം മനസ്സിലാക്കേണ്ടത് നവകേരള സദസ്സ് നമ്മുടെ നാട് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്ന് കൊല്ലം ജില്ലയിലെ 4 മണ്ഡലങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നാട് കൊട്ടാരക്കര, അവിടെ ഒന്ന് കാണണം. ഞങ്ങൾ സംഘാടകരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ അവിടെ അവർ തയ്യാറാക്കിയ ഗ്രൗണ്ട് മൈതാനം നിറഞ്ഞു കവിഞ്ഞ് ഹൈവേ. നിങ്ങൾ അത് പറയുമ്പോ അത് പറഞ്ഞോട്ടെ, ഇത് കേക്ക്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ അമിത്ഷായുടെ ബാങ്ക് വരെ പൊട്ടി. അമിത്ഷായുടെ ബാങ്ക് അവിടുത്തെ ആളുകൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, അവിടെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മൈലം പഞ്ചായത്തിലെ താമരക്കുടി ബാങ്കിലെ സഹകാരികൾ 13 കോടി രൂപ തിരികെ കൊടുക്കാനുണ്ട്. അപ്പോഴാണ് നവോത്ഥാനം. എന്ത് നവോത്ഥാനമാണ്? പാവപ്പെട്ടവനെ പിച്ചച്ചട്ടി എടുക്കുന്ന നവോത്ഥാനമല്ലേ അരുണിന്റെ ഭരണത്തിലൂടെയുള്ളത്? 80 വയസ്സുകാരിയായ മറിയക്കുട്ടിക്ക് പെൻഷൻ ഇല്ലാത്ത നവോത്ഥാനം. എന്റെ ചോദ്യം എനിക്ക് സോമനോട് ചോദ്യം അതിനുശേഷം തിരിച്ചു വരാം. ശ്രീ സോമൻ, എന്റെ ചോദ്യം ഇതാണ്. ഇന്ന് ഗവർണർ കോഴിക്കോട് നഗരത്തിൽ ഈ സാധാരണക്കാരായ കൊച്ചുങ്ങളെ എടുക്കാനും അവിടെ പോയി കടയിൽ പോയി അലുവ തിന്നാനും ഈ പറയുന്ന തുണിക്കടയിലൊക്കെ പോവാനും വളരെ പെട്ടെന്ന് തീരുമാനിച്ചിറങ്ങിയതിന് പിന്നിലെ ചേതോ വികാരം കേരളത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. SFIയോട് സമരം ചെയ്യാൻ ക്യാമ്പസിൽ നിൽക്കേണ്ട ഗവർണർ ഈ മിഠായി തെരുവിൽ പോയത് എന്തിനാണ് സർ? ഗവർണറുടെ ഡ്യൂട്ടി SFIയോട് സമരം ചെയ്യലല്ല. ഗവർണർ എന്ന് പറഞ്ഞാൽ ഒരു ഭരണഘടനാ പദവിയാണ്. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിയുടെ കൂട്ട് പത്തിരിക്കടയിൽ കയറി പത്തിരി കഴിക്കാമെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹത്തിന് ഹൽവ കഴിക്കാം. അദ്ദേഹം പൊട്ടി വീണ ആളല്ല. അദ്ദേഹം മാനത്തുനിന്ന് പൊട്ടി വീണ ആളല്ല. ഡോക്ടർ അരുൺ അദ്ദേഹം ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് വന്ന ആളാണ്. രാജീവ് ഗാന്ധിയോട് പോലും മല്ലിട്ട് രാജിവെച്ചവനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എനിക്ക് സോമചാരന്റെ കൗണ്ടർ ഇഷ്ടപ്പെട്ടു. ഒരു നിമിഷം സന്തോഷമുണ്ട്. UPA ഗവൺമെന്റ് കൊണ്ടുവന്ന തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റി ഒരു ഉളുപ്പുമില്ലാതെ BJPയുടെ പ്രതിനിധിയും അതുപോലെ തന്നെ CPMന്റെ പ്രതിനിധി ഇവിടെ സംസാരിക്കും. ഇപ്പൊ CPMകാർ പറയാം അവരുടെ പിന്തുണയോട് കൂടിയാണ്. ഇല്ല, എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പരിപാടി അല്ല, അതുകൊണ്ടല്ല ഇത് കൊണ്ടുവന്നത്. UPA പൊതു മിനിമം പരിപാടി കൃത്യമായിട്ട് പറഞ്ഞതിനകത്ത് കോൺഗ്രസ് ഇറക്കിയ പ്രകടന പത്രിക കൃത്യമായി ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതല്ല പറഞ്ഞത്. ഇവിടെ ഒറ്റപ്പെട്ട സമരം, ഒരാൾ പോയി ചെയ്യുന്ന സമരം, അതിനെല്ലാം അരുൺകുമാറിന് ഇപ്പോൾ പുച്ഛമാണ്. ഇവിടെ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ SFIയുടെ ഒരാൾ വന്നു നിന്നുകൊണ്ട് സമരം നടത്തിയത് നമ്മൾ കണ്ടു. ഇവിടുത്തെ P രാജീവ് മന്ത്രി, അദ്ദേഹം നടത്തിയ സമരം ഉടുതുണി പോലും ഇല്ലാതെ നിന്നുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ഒരു മാടക്കടയിൽ ഒളിച്ചിരുന്നതിന് ശേഷം വന്ന് സമരം നടത്തിയത് നമ്മൾ കണ്ടു. ഇപ്പം KSUവും യൂത്ത് കോൺഗ്രസും നടത്തുന്നത് പുച്ഛം. കാര്യം എന്താ? ഭരണം തലയ്ക്ക് പിടിച്ചതിന് ശേഷം കണ്ണു കാണാൻ കഴിയാത്ത സാഹചര്യം. ഇവിടെ കേരളത്തിൽ എന്ത് നടക്കുന്നു? ഇതൊന്നും നടക്കത്തില്ല. ഇപ്പോൾ തൊഴിലുറപ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം കൂടി ആ സമരത്തിന്റെ കാര്യം പറഞ്ഞതുകൊണ്ടാണ് ഈ ഗവർണർ ഈ ABVP-കാരായ പ്രവർത്തകരെ, യോഗ്യതയില്ലാത്തവരെ സർവകലാശാലയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നതിൽ KSUവിന് ഒരു ബുദ്ധിമുട്ടുമില്ല. KSU ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവർണർക്കെതിരെ കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് KSU സമരം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. കോൺഗ്രസ് സമരം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ
ഇവിടെ നവകേരള സദസ്സ് നടക്കുന്ന സാഹചര്യത്തിൽ ഈ നവകേരള സദസ്സ് ഒരു നനഞ്ഞ പടക്കമായി മാറി ഇവിടെ യൂത്ത് കോൺഗ്രസുകാരെയും KSUക്കാരെയും ജീവൻ രക്ഷാ പ്രവർത്തകരും അതുപോലെ തന്നെ പിണറായി വിജയന്റെ സ്റ്റാഫിലുള്ള ഗൺമാൻമാർ ഉൾപ്പെടെയുള്ള ആളുകൾ മർദ്ദിച്ച് ഈ വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ നിന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ വേണ്ടി, ഇതിൽ നിന്നും ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി ഇവിടെ BJPയും അതുപോലെ തന്നെ CPMഉം നടത്തുന്ന രഹസ്യ നാടകമാണ് ഈ സമരത്തിന് പിന്നിൽ എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാൻ. ഞാൻ മറ്റ് അതിഥികളിലേക്ക് വരുന്നത് മുബഷീർ ഏറ്റവും ഒടുവിൽ പോയത് എവിടെയാണ്? എന്താണ് കാഴ്ച കണ്ടത്? നേരത്തെ അരുൺ പറഞ്ഞതുപോലെ വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടായിരുന്നു. മൈതാനത്തിനും താങ്ങാൻ കഴിയാവുന്നതിലും അധികം ആൾക്കൂട്ടം അവിടെ എത്തിയോ? എന്താണ് മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത്? ായിരുന്നു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരിപാടിയിലേക്ക് പോയത്. വലിയൊരു ജനത്തിരക്ക് കൊട്ടാരക്കര മണ്ഡലത്തിലുണ്ടായിരുന്നു. ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാലിന്റെ മണ്ഡലമാണ്. സ്വാഭാവികമായും അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പരിപാടിയിൽ വലിയ ജനത്തിരക്ക്, ജനം ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി വന്ന സമയത്തും വിവിധയിടങ്ങളിൽ നിന്നും ആളുകളെത്തി സദസ്സിലൊന്നും തന്നെ ഇരിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടായിരുന്നു. മുഖ്യമന്ത്രി സ്വാഭാവികമായും ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ പറഞ്ഞ സമാന രീതിയിലുള്ള ഒരു പ്രസംഗം തന്നെയായിരുന്നു അവിടെയും നടത്തിയത്. കേന്ദ്രത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. കേന്ദ്രം സംസ്ഥാനത്തിന് തരാതെ വിഹിതത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തിൽ തുടർച്ചയായി നാട് ഒരുമിച്ച് നിന്ന് ഈ ഒരു വിഷയത്തെ പ്രതിരോധിക്കേണ്ടതാണെന്ന് പ്രതിപക്ഷത്തെ തുടർച്ചയായി ഉന്നയിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷത്തോട് തുടർച്ചയായി ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ടും പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ തയ്യാറായിട്ടില്ല. എന്തു തരത്തിലുള്ള ചർച്ചയ്ക്കും സംസ്ഥാന സർക്കാർ സന്നദ്ധമാണ്. ഈ ഒരു ഘട്ടത്തിൽ നാട് ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യവും മുഖ്യമന്ത്രി പ്രസക്തമായ ചോദ്യം ഇതാണ്. കേന്ദ്ര സർക്കാർ കേരളത്തെ ഞെരുക്കുമ്പോൾ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിൽക്കേണ്ടതല്ലേ എന്ന ചോദ്യം 4ാമത്തെ മണ്ഡലത്തിലും മുഖ്യമന്ത്രി ആവർത്തിക്കുന്നു. ഫൈസൽ, കേരളത്തിന്റെ ഈ ചോദ്യം നിങ്ങൾ ഏറ്റെടുക്കും? ഈ ചോദ്യം പൊതുസമൂഹം ഒന്നടങ്കം ചോദിക്കുന്നതാണ്. ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് കേന്ദ്ര ഗവൺമെന്റ് എനിക്ക് മുറിക്കുമ്പോഴാണ്. കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന തെറ്റായ നയങ്ങളെ അതേ രീതിയിൽ തന്നെ എതിർത്ത് മുന്നോട്ട് പോകണം, സമരം ചെയ്യണം, കൃത്യമായിട്ട് അതിനെതിരെ ശബ്ദിക്കണം. പക്ഷേ ഇവിടെ KSRTCയിലെ സാധാരണ ജീവനക്കാർക്ക് പെൻഷനും അതുപോലെ തന്നെ ശമ്പളം ഉൾപ്പെടെ കൊടുക്കാതെ മുന്നോട്ട് പോകുന്നു. ഇവിടെ കൊല്ലത്ത് നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാതെ പോകുവാൻ കഴിയില്ല. കൊല്ലം എന്ന് പറയുന്നത് കശുവണ്ടി മേഖലയുടെ ഈറ്റില്ലമാണ്. ഇവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ഇവിടെ രാവിലെ വരുമ്പോൾ പൗരപ്രമുഖരുമായിട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ പൊതുസമൂഹം പറയുന്നത് പൗരപ്രമുഖരുമായിട്ടല്ല സംസാരിക്കേണ്ടത്. ഇവിടെ സാധാരണക്കാരായ കർഷക തൊഴിലാളികളുണ്ട്, കശുവണ്ടി തൊഴിലാളികളുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകളുണ്ട്. അവരെയെല്ലാം അവഗണിച്ചുകൊണ്ട് പൗരപ്രമുഖന്മാരെ സംസാരിച്ചുകൊണ്ട് കൊട്ടാരക്കരയിൽ ഉണ്ടായിരുന്ന പൗരപ്രമുഖര് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ പ്രതിനിധിയായിട്ടും സാധാരണ വ്യക്തികളുടെ പ്രതിനിധികളായിട്ടും വന്ന മനുഷ്യർ ധാരാളം പേരുണ്ട്. സന്തോഷമുണ്ട്. കാര്യം ഇപ്പോൾ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ UDFഉം യൂത്ത് കോൺഗ്രസും ഉയർത്തുന്ന ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം വിളിച്ചെങ്കിൽ അങ്ങനെ വിളിച്ചിട്ടുള്ളത്. ഇദ്ദേഹം കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുണ്ടായിരുന്നല്ലോ. എത്ര ജില്ലയിൽ അങ്ങനെ ഉണ്ടായിരുന്നു? ശരി, അരുൺ മറുപടി. പൗരപ്രമുഖർ എന്ന് പറയുന്നത് പ്രഭാത ഭക്ഷണ യോഗത്തിനെത്തുന്നവർ പ്രമുഖരാണോ സാധാരണക്കാരുടെ പ്രതിനിധികളാണോ? കൊട്ടാരക്കരയിൽ കണ്ടത് എന്താണ്? ആരാണ് ഈ പൗരപ്രമുഖരെന്ന് പറയുന്നത്? പൗരപ്രമുഖരല്ല, ഈ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള ആളുകളാണ്. അവിടെ വിവിധ മതമേലധ്യക്ഷന്മാരുണ്ട്, അതുപോലെ തന്നെ ക്ഷേത്ര മേൽശാന്തി പൂജാരിമാരുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, കൃഷിക്കാരുണ്ട്, റബ്ബർ കൃഷിക്കാരുണ്ട്, ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, കശുവണ്ടി തൊഴിലാളികളുണ്ട്. യുദ്ധത്തിൽ മരിച്ച സൈനികന്റെ മാതാപിതാക്കൾ പങ്കെടുത്തു. അങ്ങനെ സാംസ്കാരിക പ്രവർത്തകരുണ്ട്. ഇന്ന് ഫുട്ബോൾ താരം അജയൻ അടക്കമുള്ള ആളുകൾ, വോളിബോൾ താരം, അങ്ങനെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദമാണ്. അവർ നാടിനോട് അവരുടെ ഈ കേരളം എങ്ങനെ മുന്നോട്ട് പോകണം, ഈ വികസന കാഴ്ചപ്പാടുകൾ, ക്ഷേമ പദ്ധതികൾ, നമ്മുടെ നാടിനെ സർവ്വതല സ്പർശിയായിട്ടുള്ള എല്ലാ മേഖലകളെയും വികാസത്തോടുകൂടി ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ നാടാകെ ഒത്തൊരുമിച്ച് വരികയാണ്, അവിടേക്ക് വരികയാണ്. അവരെ പൗരപ്രമുഖർ എന്നൊക്കെ വിളിച്ച് എന്തിനാണ് ആക്ഷേപിക്കുന്നത്? ആരാണ് പൗരപ്രമുഖർ? ഇവിടെ കോൺഗ്രസ്സുകാരും അല്ല, ഈ പറയുന്ന പിണറായി വിജയൻ പങ്കെടുക്കും, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മന്ത്രിമാരുമാണ്. കശുവണ്ടി തൊഴിലാളിയായിട്ടുള്ള ചേച്ചി അവിടെ വന്നിരിക്കുമ്പോ നമ്മുടെ നാട്ടിലൊരു ചായക്കട നടത്തുന്ന ആളെ നമ്മൾ മുതലാളി എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ അയാൾ പാവപ്പെട്ട ചായക്കച്ചവടക്കാരാണ്. അങ്ങനെ ആ ചായക്കച്ചവടക്കാരൻ വരുമ്പോ അവരെ പൗരപ്രമുഖരെന്ന് വിളിച്ച് ആക്ഷേപിക്കാണോ? ഇവിടെ അദാനിയുടെ വിമാനത്തിൽ അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മൂട് താങ്ങുന്ന മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരാണ് പൗരപ്രമുഖരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നത്. ഇവരാണ് സമ്പന്നന്മാരോട്, കോർപ്പറേറ്റുകളോട് ഒത്തുചേർന്നുകൊണ്ട് ഈ നാടിനെ തകർത്തത്. കശുവണ്ടി മേഖലയുടെ ചരിത്രം ഫൈസൽ പറഞ്ഞല്ലോ. ആരാണ് ആ തകർച്ചയിലേക്ക് എത്തിച്ചത്?
ഈ കേരളത്തിന്റെ കശുവണ്ടി മേഖല തകർത്തത് ഇന്നും ഞങ്ങൾ ഭരിക്കുന്നത് കൊണ്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലുള്ളത് കൊണ്ടാണ് കശുവണ്ടി മേഖല നിൽക്കുന്നത്, പൊതുമേഖലാ സ്ഥാപനങ്ങൾ നിൽക്കുന്നത്. ഈ സ്വകാര്യ മേഖലയിലെ കശുവണ്ടി മുതലാളിമാർ അവർ ബാങ്കിൽ നിന്നെടുത്ത വായ്പ പരിഹരിക്കുന്നതിന് വേണ്ടി ഇവിടെ നടപടികൾ സ്വീകരിച്ച് ഇടപെടൽ നടത്തിയത്, അവർക്ക് പ്രത്യേക പാക്കേജ് നൽകിയത്, ഇതെല്ലാം കേരളത്തിലെ ഇടതുപക്ഷ എല്ലാ പ്രസംഗങ്ങളിലും കേന്ദ്ര സർക്കാർ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിന്റെ കണക്കുകൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രി. അതിന് വ്യക്തമായ ഉത്തരം നിർമ്മലാ സീതാരാമന് പോലും നൽകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അതാണ് ധനമന്ത്രി വെല്ലുവിളിച്ചത്. ഇന്ന് എന്നോട് ധനമന്ത്രി പറഞ്ഞത്, എന്റെ ചോദ്യം കേൾക്കൂ, ധനമന്ത്രി ഇന്ന് എന്നോട് നേരിട്ട് കൊട്ടാരക്കരയിൽ വെച്ച് പറഞ്ഞത് ധനമന്ത്രി കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാണ്, പല ഗ്രാന്റുകളും വെട്ടിക്കുറയ്ക്കുന്നു എന്നതാണ് കേരളത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെ, കെ എൻ ബാലഗോപാൽ, നിർമ്മലാ സീതാരാമൻ കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാണ്. ഇപ്പോഴാ പെൻഷൻ വരാൻ പോകുന്നു. 3 മാസത്തെ പെൻഷനിൽ 1 മാസം അല്പസമയം മുമ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഈ ക്രിസ്തുമസ് മാസം പെൻഷൻ വരാൻ പോവാണ്. എന്താണ് പ്രശ്നം? അപ്പോൾ കേന്ദ്രം ഡോക്ടർ അരുൺ, ഇതൊന്നും വന്നില്ലല്ലോ. ഇതൊക്കെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. ഈ ഇടതുപക്ഷം സ്വപ്നം വിറ്റ് ജീവിക്കുകയാണ്. ഇതിനു വേണ്ടിയുള്ള ഒരു സാമ്പത്തികമുണ്ടോ? പിറന്നു വീഴുന്ന കുട്ടി പോലും 1 ലക്ഷം രൂപയുടെ കടത്തിൽ പിറന്നു വീഴുന്ന ഇന്ത്യയിലെ 28ാമത്തെ സംസ്ഥാനമാണ്. 28 സംസ്ഥാനങ്ങളുണ്ട്. 1 ലക്ഷം രൂപയുടെ കടത്തിലേക്ക് ഒരു കുട്ടി പിറന്നു വീഴുന്നു. 44 നദികളാൽ സമ്പുഷ്ടമായിരുന്ന വയലേലകളാൽ സമ്പുഷ്ടമായിരുന്ന ഈ കൊച്ചു കേരളത്തിൽ മുട്ട മുതൽ മുല്ലപ്പൂ വരെ ഇറക്കുമതി ചെയ്യേണ്ട ഗതികേടിലേക്ക് എത്തിച്ചത് ഈ ഇടതും ഈ വലതും. ഐക്കുത്ത്, എൻകുത്ത്, ഡി കുത്ത്, ഐക്കുത്ത്, എ കുത്ത് മുന്നണി. ഈ കുത്ത് മുന്നണിയാണ് സുഹൃത്തെ ഇത് നമ്മളെ പാതാളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് സ്റ്റാർട്ടപ്പിന്റെ കാര്യത്തിൽ കേരളം വിജ്ഞാന കേന്ദ്രമാണെന്നാണല്ലോ. തീർച്ചയായിട്ടും അതിനെ പ്രശംസിക്കുകയാണ്. കണ്ട കാര്യങ്ങൾ യുവാക്കൾ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി ഇന്ത്യ ഗവൺമെന്റ് ആണ് കൊണ്ടുവന്നത്. 2014 ചായക്കച്ചവടക്കാരനായ നരേന്ദ്ര ദാമോദർ മോഡിയാണ് കൊണ്ടുവന്നത്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും കച്ച് മുതൽ കാമരൂപ് വരെയും ഉള്ള ഏതൊരു യുവാവിനും സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിനുള്ള സംരംഭം നരേന്ദ്രമോദി സർക്കാർ ഈ 2014 മുതൽ 2023 വരെയുള്ള ഭരണത്തിൽ കൊണ്ടുവന്നു. സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കണ്ടേ? മാൽന്യൂട്രീഷന്റെ കാര്യത്തിൽ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രഡിക്ഷനോടുകൂടി ഒരു പുകയടിച്ചവർക്ക് വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് പാർലമെന്റില് പാസ് ആർക്ക് വേണമെങ്കിലും നൽകാം. ഞാൻ നിയമസഭ കാണാൻ പോയത് CPIയുടെ ഒരു മെമ്പറുടെ പാസ് മേടിച്ചുകൊണ്ടാണ്. അത് പോയാൽ അദ്ദേഹത്തിന്റെ ഉദ്ദേശം നിയമസഭ കാണുക അല്ലെങ്കിൽ പാർലമെന്റ് കാണുക എന്നുള്ളതാണ്. പർപ്പസ് ആയിട്ട് പുകയുമായി പോയി അവിടെ പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക സമയത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിനെ ഒന്ന് മോശമാക്കാൻ വേണ്ടി ആരാണ് പ്രവർത്തിച്ചത്? അത് കണ്ടെത്തും. പാസ് കൊടുത്തതിന്റെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ കണ്ടുകൂടാ. ഒരു കൊച്ചുകുട്ടി പറയുകയാണ് എനിക്ക് നിയമസഭ ഒന്ന് കാണണം. CPMന്റെ ഒരാൾ കൊടുക്കില്ലേ? ആ കുട്ടി അവിടെ ഇരുന്ന് കാർക്കിച്ച് തുപ്പുകയാണ്. അതിന് ഉത്തരവാദി ഇദ്ദേഹമാണോ? ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പാർലമെന്റ് മണ്ഡലത്തിൽ വരാൻ ഒരു പാസ് ചോദിച്ചാൽ കൊടുക്കുന്നത് എന്താണ് തെറ്റ്? ശരി, ഞാൻ ഓഡിയൻസിനെ കൂടി വരുന്നു. പക്ഷെ അപ്പോഴും പ്രസക്തമായ ചോദ്യം ഇതാണ്. പ്രതാപ് സിൻഹ എന്ന BJPയുടെ MP ആണ് പാസ് കൊടുത്തത്. അത് NK പ്രേമചന്ദ്രൻ സാർ. ഒരു നിമിഷം സാർ. NK പ്രേമചന്ദ്രൻ NK പ്രേമചന്ദ്രനോ അതല്ല നമ്മുടെ ആരിഫ് MPയോ ആണ് കൊടുക്കുന്നതെങ്കിൽ BJP ഇതേ പ്രതികരണമായിരിക്കുമോ? പറയാൻ ഞാനാണല്ലോ. ഒരു പാർലമെന്റ് കാണാൻ വേണ്ടി ഒരു വ്യക്തി, ക്രിമിനൽ ആന്റിസിഡൻസ് ഇല്ലാത്ത ഒരു വ്യക്തി ഒരു പാസ് ചോദിച്ചാൽ തീർച്ചയായിട്ടും പരിശോധനയുണ്ട്. ആ പരിശോധന ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തന്നെയാണ് ആ വ്യക്തി ആ വിസിറ്റിംഗ് പിന്നെ അവിടെ ഇരുന്നേ. എന്നിട്ട് അയാൾക്ക് ഒരു ഭ്രാന്ത് തോന്നുകയാണ്, ചാടണം എന്ന് തോന്നിയാൽ അതിന് MP എങ്ങനെ കുറ്റക്കാരനാവും? അവിടെ സെക്യൂരിറ്റി ഇല്ലേ? സെക്യൂരിറ്റി ഉണ്ട്. പർപ്പസായി ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സെക്യൂരിറ്റി ഇല്ലാഞ്ഞിട്ടാണോ ഈ ആൾക്കാർ എടുത്തിയാടുന്നത്? സെക്യൂരിറ്റി ഉണ്ടല്ലോ. സെക്യൂരിറ്റി നിർമ്മിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയാണ്?
പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് പഴയ സുരക്ഷാ വീഴ്ച, പാർലമെന്റ് അക്രമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പുതിയ പാർലമെന്റ് മന്ദിരം നിർമ്മിച്ചപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി. ഒരു നിമിഷം ചേച്ചി കുറച്ച് നേരം സംസാരിക്കുന്നുള്ളൂ. എന്താ കാര്യം ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ. ഒഴുകിയെത്തിയെന്ന് പറഞ്ഞല്ലോ, ജനങ്ങൾ ഒഴുകിയെത്തിയത് CPM-ന്റെ പ്രതിനിധി പറഞ്ഞല്ലോ. അത് ഈ പിണറായി സർക്കാരിന്റെ ആൾക്കാരെ ഇവിടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളൊക്കെ പാവങ്ങളെ ഞെരുക്കി ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി ഒഴുകിയെത്തിയതാ. തീർച്ചയായിട്ടും തൊഴിലുറപ്പുകാർ 20 രൂപ, കുടുംബശ്രീക്കാർ 10 രൂപ. അവരൊക്കെ പൊതി കൊണ്ട് പേടിച്ചു വന്നതാണ് അവര്. പെൺകുട്ടികളും അമ്മമാരും ഉള്ളവർ പേടിച്ചിറങ്ങിയത് ഇവരുടെയൊക്കെ ആനുകൂല്യങ്ങളെല്ലാം മേടിക്കുന്നല്ലോ. ഭീഷണിപ്പെടുത്തിയതിനകത്ത് അയൽക്കൂട്ടത്തിൽ ഞങ്ങളെ എല്ലാം ഭീഷണിപ്പെടുത്തുന്നുണ്ട്. കൗൺസിലർമാരും എല്ലാം പറഞ്ഞു ഇന്ന് വന്നേ പറ്റും. നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ കൗൺസിലർ കാര്യം ആരാ അതിന് പറയാൻ? ഞങ്ങൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയ കൗൺസിലർ BJP-യുടെ ഒരു പ്രതിനിധിയാണ്. ഏത് കൗൺസിലറാണ്? മാഡം ഒരു നിമിഷം. ഒരു നിമിഷം സർ. ഏത് കൗൺസിലറാണ് നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? ഏത് CDSലെ ഏത് കൗൺസിലർ? എന്റെ അയൽക്കൂട്ടത്തിൽ, എന്റെ ഹൈസ്കൂൾ വാർഡ് അയൽക്കൂട്ടത്തിൽ പറഞ്ഞു. ഹൈസ്കൂൾ വാർഡിലുള്ള CDSലെ മേട്ടൻ നിങ്ങളെ ഭീഷണിപ്പെടുത്തണമെന്ന് പറഞ്ഞു. പറഞ്ഞു. ഇതിന്റെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. ഏത് CDS? എല്ലാ ബ്രാഞ്ചിലും വന്നോ? എല്ലാ ബ്രാഞ്ചിലും ശബ്ദരേഖയുണ്ടോ? എല്ലാ ഭാഗത്തും ഉണ്ട്. മസ്ട്രോളിൽ ഒപ്പിടണമെങ്കിൽ നിങ്ങൾ മസ്ട്രോളിൽ ഒപ്പിടണമെങ്കിൽ കൃത്യമായിട്ട് ഇത് വന്നേ പറ്റുമെന്ന് പറഞ്ഞു എല്ലാരും. അല്ലെങ്കിൽ നിങ്ങളുടെ പെൻഷനും പറഞ്ഞതാരാ? പറഞ്ഞത് എല്ലാ പഞ്ചായത്തും പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മേടിച്ചിട്ട് എന്തിനാ? അതായിക്കോട്ടെ. അല്ല, ആരാണ് ഭീഷണിപ്പെടുത്തിയത്? ഈ പറഞ്ഞ ആളിന്റെ പേര് ഞങ്ങൾ ജീവിക്കണ്ടായോ? ഇവിടെ പോലുള്ള ആൾക്കാരുടെ മുന്നിൽ ഞങ്ങൾ ജീവിക്കണ്ടായോ? അവർ ഭീഷണിപ്പെടുത്തി. ഞങ്ങൾക്ക് ഭീഷണി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പേര് പറയാത്തതും ഞങ്ങൾക്ക് ഇതുപോലുള്ള ആൾക്കാരെ ഒഴുകി എത്തുന്നതും ഇവരെ കൊണ്ട്. ശരി. അവരുടെ ഒരു ആരോപണം ഭീഷണിപ്പെടുത്തുന്നു എന്നതാണ് അവരുടെ ആരോപണം. നഗരസഭയിൽ 35 വാർഡുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് ഇന്ന് പുനലൂരിൽ ഒഴുകിയെത്തത്. വികസന നഗരനായിട്ടുള്ള കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുന്നതിനും ഈ മലയോര ഗ്രാമത്തിൽ, ഈ മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒന്നാം ഗവൺമെന്റും ചെയ്തിട്ടുള്ള വികസന വിപ്ലവം നേരിട്ട് കാണുന്നതിനും അതിന് നേതൃത്വം കൊടുത്ത ആരാധനായ ഞങ്ങളുടെ ചങ്കിലെ കരളാണ് സഖാവ് പിണറായി കാണുവാനാണ്. എന്റെ നാട് പുനലൂരാണ് സാർ. എന്റെ നാട് പുനലൂരാണ്. നൂറ്റാണ്ടുകളായി തലമുറയായി ഞങ്ങളുടെ നാട്ടിൽ പട്ടയമില്ലായിരുന്നു. പുനലൂർ പേപ്പർവിൻ മേഖലയിൽ അധിവസിക്കുന്ന വ്യക്തിയാണ് സാറിന്. നാല് തലമുറയായി എനിക്ക് പട്ടയമില്ലായിരുന്നു. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് എനിക്ക് സ്വന്തമായി പട്ടയം കിട്ടുന്നത്. ഈ പുനലൂർ മണ്ഡലത്തിൽ തുടർച്ചയായിട്ട് MLA ആയത് ഏത് പാർട്ടിയാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരിക്കലുമല്ല. നിയമ തടസ്സങ്ങൾ, നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങൾ ഒരിക്കലുമല്ല. കോടതിയിൽ ബോംബെ ഹൈക്കോടതിയിൽ പേപ്പർ മില്ലിൽ ഇപ്പൊ പേപ്പർ മില്ലിന്റെ അവസ്ഥ എന്താ? സ്വകാര്യ മാനേജ്മെന്റിന് കൊടുത്തിരിക്കുകയാണ്. ആ വസ്തു ലാൻഡ് ബോർഡ് ഏറ്റെടുത്തുകൊണ്ട് മിച്ച ഭൂമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് എത്ര സെന്റ് വസ്തുവാണ് ഉള്ളത് അവർക്കെല്ലാം സീലിംഗ് ഇല്ലാതെ ഈ ഗവൺമെന്റ് നേതൃത്വത്തിൽ പട്ടയം കൊടുത്തു. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയെ കാണാൻ 10,000-കണക്കിന് ആളുകളാണ് വന്നത്. ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയും BJP-യുടെ പ്രതിനിധിയും പറഞ്ഞുവല്ലോ, എവിടെ നിന്നാണ് ഇവരെ ആരെയും ഇന്ന് കണ്ടില്ല. ഒരു കോൺഗ്രസ് പ്രവർത്തകനെ പോലും ഇന്ന് 12 മണിക്ക് ശേഷം പുനലൂർ പതനത്തിലായിരുന്നു. ഇങ്ങോട്ട് വന്നോളൂ. ലൈറ്റിലേക്ക് വന്നോളൂ. ആരാണ് പ്രതികരിക്കേണ്ട ആൾ? ലൈറ്റുള്ളൂ. പറഞ്ഞോളൂ, എന്താണ് സംസാരിക്കുന്നത്? ഇവിടുത്തെ പുനലൂരിലെ കാര്യം തന്നെ നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇവിടെ വികസനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്യാമറ തിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിൽഡിംഗ് കാണാം. ഏകദേശം 6 മാസം കൊണ്ട് പണി പൂർത്തീകരിക്കാന്ന് പറഞ്ഞ് ഇന്ന് 6 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. മുനിസിപ്പൽ ബിൽഡിംഗ് ആണത്. ഷോപ്പിംഗ് മാൾ അവിടെ
തടസ്സം എന്നുള്ളത് പറഞ്ഞാൽ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട്. അതുകൂടെ എവിടെ കോൺഗ്രസ് തടസ്സം വരുന്നത്? അതിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ. എന്നാൽ അതിന്റെ പണി ഇതുവരെയായിട്ട് പൂർത്തീകരിക്കാൻ 6 വർഷത്തോളം. പുനലൂരിലെ ഒരു മുനിസിപ്പൽ കോംപ്ലക്സ് ഇതുവരെ പണി അത് കൂടാതെ തന്നെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വള്ളംകളി മത്സരം നടത്താം. അതാണ് ഇവിടുത്തെ അവസ്ഥ. കുട്ടികൾ മഴ നനഞ്ഞുകൊണ്ടാണ് അവിടെ വണ്ടി കയറാൻ വന്ന് നിൽക്കുന്നത്. അവർക്ക് സൗകര്യപ്രദമായിട്ട് നിൽക്കാൻ പോലുള്ള സൗകര്യം മൂലം. ശരി അരുൺ, ഈ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുനലൂർ മണ്ഡലത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. KSRTC ബസ് സ്റ്റാൻഡ് അത് ഇന്നും ആ ശോചനീയാവസ്ഥയിൽ തുടരുന്നു. ഇവിടെ പണി കഴിപ്പിക്കാതെ പൂർത്തിയാവാതെ കിടക്കുന്ന മുനിസിപ്പൽ കോംപ്ലക്സ് അതും തുടരുന്നു. 7.5 വർഷമായി പിണറായി സർക്കാർ. എന്തുകൊണ്ട്? ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലേറിയതിനു ശേഷം കേരളത്തിന്റെ സമസ്ത മേഖലകളിലും വികസനമാണ്. കൊല്ലം ജില്ല തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ കോൺഗ്രസ് ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിലിരുന്നപ്പോൾ ESI കോർപ്പറേഷന്റെ ഭാഗമായി ആരംഭിച്ച പാരിപ്പള്ളി മെഡിക്കൽ കോളേജും ESI കോർപ്പറേഷൻ അത് തുടർന്ന് നടത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അടച്ചുപൂട്ടാൻ തീരുമാനിച്ചപ്പോൾ അത് ഗവൺമെന്റ് മേഖലയിൽ ഏറ്റെടുത്ത് സംരക്ഷിച്ച ഗവൺമെന്റാണ് കൊല്ലം ജില്ലയ്ക്ക് സ്വന്തമായ ഒരു മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചത്. ഇപ്പോൾ കൊല്ലത്ത് ശ്രീനാരായണ ഓപ്പൺ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി, കൊല്ലത്തെ സാംസ്കാരിക സമുച്ചയം, ഈ പുനലൂർ പട്ടണത്തിൽ നിൽക്കുമ്പോൾ ഈ പുനലൂർ പട്ടണത്തിൽ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഏറ്റവും രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ താലൂക്ക് ആശുപത്രി കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ ചെലവഴിച്ചത്. എല്ലാവിധമായ ആധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള പുനലൂർ താലൂക്ക് ആശുപത്രി കേരളത്തിലെ ഏറ്റവും മികച്ച താലൂക്ക് ആശുപത്രിയിൽ ഒന്നല്ലേ ഫൈസൽ? ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെന്റ് ഇവിടെ അധികാരത്തിലിരുന്നപ്പോഴാണ് ഇവിടെ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജ് എന്നുള്ള മെഡിക്കൽ കോളേജുകളാക്കി. അതോടൊപ്പം തന്നെ ഈ പറയുന്നുണ്ടല്ലോ, ഈ താലൂക്ക് ആശുപത്രികളിൽ ചെല്ലണം, മരുന്നിനായി ചെല്ലണം, അവിടെ മരുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഒരു കാര്യം പറയട്ടെ, 14 ആശുപത്രികളിലും മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നതല്ല വികസനം. കേൾക്കൂ. അതായത് ജനങ്ങൾക്ക് വേണ്ടത് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സയാണ്. അതിന് മെഡിക്കൽ കോളേജുകളാക്കിയിട്ട് കാര്യമില്ല. നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിൽ പോലും ആവശ്യത്ര ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, അവിടേക്ക് മരുന്നുകൾ ആവശ്യത്തിന് കിട്ടുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഇതേ സ്റ്റാഫ് പാറ്റേൺ തന്നെയായിരുന്നു. അപ്പോ 14 ജില്ലയിലും മെഡിക്കൽ കോളേജ് ഒരിക്കലും അഹങ്കരിക്കാവുന്ന പദ്ധതി അല്ല. അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. കാലത്തിനനുസരിച്ച് ഇപ്പോൾ 7 വർഷം മുമ്പ് അധികാരത്തിലിരുന്ന ഉമ്മൻചാണ്ടി സാർ, അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ഇത്ര സ്റ്റാഫേ ഉണ്ടായിരുന്നു. 7 വർഷം കഴിഞ്ഞും ഇപ്പോൾ അത്രയും സ്റ്റാഫേ ഉള്ളായിരുന്നു എന്ന് പറയുമ്പോൾ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നെറികെട്ട ഗവൺമെന്റാണ് അധികാരത്തിലിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് PR പ്രവീണ ഇവിടെ പറഞ്ഞത്. കാര്യം പല ഹോസ്പിറ്റലുകളിലും നമ്മൾ ചെല്ലുമ്പോൾ, ഞാനൊരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി പോലാണ്, ഞങ്ങളുടെ അവിടെ നെടുമ്പനയിലുള്ള ഹോസ്പിറ്റലിൽ പോലും അവിടെ ഡോക്ടർമാരില്ലാതെ രോഗികൾ വലയുന്ന സ്ഥിതിവിശേഷമുണ്ട്. കേരളത്തിലെ മുഴുവൻ ഹോസ്പിറ്റലുകളിലും ഇതാണ് അവസ്ഥ. ഇത് പറഞ്ഞത് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതിനൊന്നും ഒരു കൃത്യമായിട്ടുള്ള ഒരു നടപടി ഈ ഗവൺമെന്റിന്റെ നോക്കൂ, കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലെ തന്നെ മികച്ചതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയത് നീതി ആയോഗാണ്. കേരളത്തിലെ ആരോഗ്യ മേഖല 1ാം നമ്പറാണ്. പക്ഷേ നിങ്ങൾ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് കൊടുക്കാനുള്ള 390 കോടി രൂപ ഇനി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട്? വ്യക്തമായി കൊടുത്തതിന്റെ കണക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള തുക അനുവദിക്കാമെന്ന് നിർമ്മല സീതാരാമൻ പോലും വന്നിവിടെ പറഞ്ഞതാണ്. കൃത്യമായ കണക്കില്ല, രേഖ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ കൈരേഖ. അതുപോലെ പുനലൂർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ എന്റെ പുറകിലുള്ളവർ പറഞ്ഞു, ഇവിടെ ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു, ഡോക്ടർ ഷഹിൻ ഷാ. അദ്ദേഹം ഇരുന്നപ്പോ 1ാം തരം, അതായത് കേരളത്തിലെ ഏറ്റവും നല്ല താലൂക്ക് ആശുപത്രിയായിരുന്നു പുനലൂർ. പക്ഷേ ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള ഒരു സൂപ്രണ്ട് ഇല്ല ഇവിടെ. എന്താണ് അറിയില്ല, അധികാരികൾ ശ്രദ്ധിക്കണം. മാറ്റുന്നു. അതുപോലെ തന്നെ ഡോക്ടർ 13 വർഷത്തിലധികമായി ഒരേ ഹോസ്പിറ്റലിൽ ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പ്രൊമോഷനായി മറ്റൊരു സ്ഥലത്തിലേക്ക് പോയി. അതിനേക്കാൾ കഴിവുള്ള സ്ഥിരമായിട്ട് കഴിവുള്ള ഒരു സൂപ്രണ്ടിനെ നിയമിക്കണം. അതാണ്. അതുപോലെ ഒരു ഹൃദ്രോഗ വിദഗ്ധനില്ല. അതുപോലെ അതുപോലെ തന്നെ ഉപകരണങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ ഉപകരണം ഇവിടെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഈ HMC ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി എന്തുകൊണ്ട് ഇതിന് എഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാരെ നിയമിക്കുന്നില്ല എന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചോദ്യം. ഇതിനൊക്കെ പൈസ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി കണക്ക് കൊടുക്കണം. 390 കോടി
കോടി കേന്ദ്രം പിടിച്ചു വെച്ചിട്ടുണ്ട്. കോടി വേണമെങ്കിലും കൊടുക്കാമെന്നാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത്. കണക്ക് വേണം, അതായത് യൂട്ടിലൈസേഷൻ ഫണ്ട് വേണം, യൂട്ടിലൈസേഷൻ ചെയ്തതിന്റെ കണക്ക് വേണം. ശരി ശരി, ഞാൻ ഒരിക്കൽ കൂടി വരുന്നു. ഒരു നിമിഷം, താങ്കൾക്ക് ചില ചോദ്യങ്ങളുണ്ട്. ഒരു നിമിഷം, ഇവിടെ ചോദ്യങ്ങളുണ്ട്. എനിക്ക് KSU പ്രതിനിധിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. ഈ അടുത്ത കാലത്ത് യൂത്ത് കോൺഗ്രസ് വളർന്നു. യൂത്ത് കോൺഗ്രസ് വളരട്ടെ, അതൊക്കെ ശരിയാ, വളരുമല്ലോ. ഈ KSU അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് ആയെങ്കിലും ഈ കഴിഞ്ഞ 2 പിണറായി ഭരണകാലത്ത് കേരളത്തിൽ നടത്തിയ ഏതെങ്കിലും ഒരു ജനാധിപത്യ സമരത്തിന്റെ ഒരു മുദ്രാവാക്യം, ജനാധിപത്യപരമായി നടത്തിയിട്ടുള്ള ഏതെങ്കിലും ഒരു സമരത്തിന്റെ മുദ്രാവാക്യം ഒന്ന് പറയാമോ? അല്ലാത്ത ചോദ്യം. അപ്പൊ ചേട്ടാ, ആ ചോദ്യത്തിന് മറുപടി പറയൂ. കഴിഞ്ഞ 7.5 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു സമരത്തിന്റെ ഒരു ജനാധിപത്യപരമായ മുദ്രാവാക്യം പറയാമോ എന്നാണ് ചോദ്യം. എത്ര മുദ്രാവാക്യം പറയാം? സമര കാഹളം എന്ന മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. സമര കാഹളം എന്ന് പറയുന്ന മുദ്രാവാക്യം യൂത്ത് കോൺഗ്രസ് അടുത്ത കാലത്ത് ഈ അടുത്ത സമയത്ത് ഉയർത്തിയ മുദ്രാവാക്യത്തിന്റെ കാര്യമാണ്. സമര കാഹളം എന്ന് പറഞ്ഞ ഈ ഗവൺമെന്റിന്റെ സമര കാഹളം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞത്. ഫൈസൽ നോർമൽ, ഞാനൊന്ന് പറഞ്ഞുതരാം. അതായത് നിയമനം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ഒരു സമരം യൂത്ത് കോൺഗ്രസ്, അതായത് ഷാഫി പറമ്പിൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഷാഫി നിരാഹാരം കിടന്നിട്ടുണ്ടായിരുന്നു. അത് ഓർമ്മയില്ലേ? അതായത് ഇത്രേ ഉള്ളൂ, യൂത്ത് കോൺഗ്രസിനെ രാഷ്ട്രീയ മറവിയിലേക്ക് കൊണ്ടുപോകരുത് എന്നുള്ളതാണ് പറഞ്ഞതിന്റെ ഉത്തരം. യൂത്ത് കോൺഗ്രസിനെ രാഷ്ട്രീയ മറവിയിലേക്കല്ല കൊണ്ടുവന്ന അവര്. ഈ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരങ്ങളും മുദ്രാവാക്യങ്ങളും ഒന്നും അവര് കാണില്ല. ഇപ്പോൾ ഈ അടുത്ത സമയത്തെ കാര്യം പറയാം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ചാർജ് എടുത്തതിന് ശേഷം എത്ര ജില്ലകളിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്? 20-ാം തീയതി വലിയ മാർച്ച് വരാൻ 20-ാം തീയതി മാർച്ചുണ്ട്. നിങ്ങൾ 20-ാം തീയതി വലിയ മാർച്ച് കാണാൻ പോവാ. എന്താ ചോദ്യമുള്ളത്? BJP പ്രതിനിധിയോട്, കോൺഗ്രസിനോട്, CPM-നോട് എന്തോ മാർച്ചാണ്? അതായത് പ്രതിഷേധത്തിനെതിരെ, അതായത് ഈ സർക്കാർ ആക്രമിക്കുന്നതിനെതിരെ, അംഗരക്ഷകന്മാർ ആക്രമിക്കുന്നതിനെതിരെ. കോൺഗ്രസ്സുകാരല്ലേ, അവരെ മാർച്ച് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. അവർ എന്ത് മാർച്ച് നടത്തുന്നു, ഒരു 10 മിനിറ്റ് കൊണ്ട് അവരെ മാർച്ച് കഴിയും. അത്രേ ഉള്ളൂ. 10 മിനിറ്റ് കൊണ്ട് ഹ്രസ്വകാല മാർച്ചുകളായിരിക്കുമെന്നാണ് പൊതുവെ പറയുന്നത്. ഞാനൊന്ന് പൊതുവെ റിയാക്ഷൻ എടുത്തിട്ട് ഒരു നിമിഷം. ക്യാമറ സാർ, എന്താണ് പറയൂ, എന്താണ്, ആരോടാണ്, എന്താണ് പ്രതികരണം? എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, പുനലൂരെ വിഷയമായിട്ടാണ് ഈ ഒരു ചർച്ച റിപ്പോർട്ട്. ഞാൻ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ചാനലൂടാണ് കേട്ടോ. കാര്യം ഞാൻ നിങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിൽ ഒന്ന് ജനറൽ ആശുപത്രിയുടെ കാര്യം മോശമാണെന്ന് BJP പ്രസിഡന്റ് പറഞ്ഞു. BJP പ്രതിനിധി പറഞ്ഞു. ജനറൽ ആശുപത്രി ഈ പറഞ്ഞ ഗവൺമെന്റ്, അതായത് ഇപ്പൊ ഇരിക്കുന്ന ഗവൺമെന്റ് കൊണ്ടുവന്ന് കണ്ടതിന് ശേഷം വലിയ പുള്ളിക്ക് മോശമായത്. അവരുടെ എന്തെങ്കിലും സംഭാവന ഇവിടെ ഈ പുനലൂർ പട്ടണത്തിലോ കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒരു ഏതെങ്കിലും ഒരു സംഭാവന താങ്കൾക്കുണ്ടോ? ഏതാ? അതായത് കേന്ദ്രത്തിന്റെ എന്തെങ്കിലും ഒരു സംഭാവന പുനലൂർ മണ്ഡലത്തിലുണ്ടോ? തീർച്ചയായിട്ടും പുനലൂർ മണ്ഡലത്തിലെ ഏറ്റവും കൂടുതൽ ട്രെയിനുകൾ ഇവിടുന്ന് തുടങ്ങിയിട്ടുണ്ട്. പുനലൂർ പറയട്ടെ, റെയിൽവേ സ്റ്റേഷൻ ആദർശ സ്റ്റേഷനാക്കി. അതുപോലെ തന്നെ പറയട്ടെ, അതായത് പളനിയിലേക്ക്, വേളാങ്കണ്ണിയിലേക്ക്, ഇവിടത്തേക്ക് എല്ലാം പുതിയ ട്രെയിൻ, മീറ്റർ ഗേജ് പാത ബ്രോഡ് ഗേജ് പാതയാക്കി. അതെല്ലാം ചെയ്തത്, അതുപോലെ ഇലക്ട്രിഫിക്കേഷൻ ഓഫ് ദ ലൈൻ അത് ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയുടെ. ഇവർ 8 മന്ത്രിമാരുണ്ടായിരുന്നു UPA സർക്കാരിന്റെ കാലത്ത്. ഈ ഇലക്ട്രിഫിക്കേഷൻ നടത്തിയത് BJP ആണ്. വേളാങ്കണ്ണി ട്രെയിനെ കുറിച്ച് രസകരമായ സംഭവമുണ്ട്. ആ സംഭവം എന്ന് പറഞ്ഞാല്, വേളാങ്കണ്ണി ട്രെയിൻ ഇവര് BJP ഒരു ഭാഗത്ത് അനുവദിച്ചു എന്ന് പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷ് എല്ലാം വ്യാപകമായി ബോർഡ് വെച്ചു. ഇവിടെ ട്രെയിനിൽ പോയിട്ട് ആ ട്രെയിൻ തിരിച്ചു വരണം 7 ദിവസം കഴിയും. വേളാങ്കണ്ണി പോയ ആളുകൾ 7 ദിവസം അവിടെ കുടുങ്ങി കിടന്നിട്ട് വരുന്ന രസകരമായ അനുഭവമാണ് നിങ്ങൾ പറഞ്ഞത് അനുവദിച്ച ട്രെയിൻ അനുഭവം. നരേന്ദ്രമോദിയുടെ വന്ദേ ഭാരത് ആണ്. വന്ദേ ഭാരത് 2 ട്രെയിൻ ഇല്ല. പുനലൂരല്ല കാര്യം ഞാൻ പറഞ്ഞത്. പുനലൂരിൽ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ, ശ്രീരാംപൂർ മാർക്കറ്റ്. ഇത് ശ്രീരാംപുരം മാർക്കറ്റിന്റെ റിനോവേഷൻ നടത്താമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായി? ഈ മാർക്കറ്റ്, ശ്രീരാംപുര മാർക്കറ്റ്, എന്തുകൊണ്ട് ഇവിടുത്തെ MLA ഇതിൽ സൈലന്റ് ആവുന്നു? അതുപോലെ തന്നെ ലൈഫ് ഫ്ലാറ്റ്. ഇവിടെ ഒരു MP ഉണ്ടോ? ഇവിടെ രാവിലെ പോകുന്ന ട്രെയിനിൽ പോകുന്ന യാത്രക്കാർ രാവിലെ 7:15 8:15 പോയി കഴിഞ്ഞാൽ പിന്നെ കൊല്ലത്തോട്ട് ട്രെയിൻ ഇല്ല, അവിടുന്ന് ഇങ്ങോട്ടും ട്രെയിൻ ഇല്ല. ഇവിടെ എന്റെ MP എന്തിയായി? പിന്നെ KSRTC ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബ്ലോക്കും ബുദ്ധിമുട്ടും കൊല്ലത്തേക്ക് പോകുന്നതിനാ. നമുക്കറിയാം, മുക്കിനും മക്കിനും മുടുക്ക് റോഡിന് ഒരു വികസനമില്ല, അടക്കം സാധ്യത ഉണ്ട്. പക്ഷെ അതിനേക്കാൾ പെട്ടെന്ന് തുച്ഛമായ പൈസ കൊണ്ട് അവരെ തുച്ഛമായ ശമ്പളം ട്രെയിനിൽ എത്താൻ പറ്റും. സംശയമുണ്ടോ കൊല്ലത്തേക്ക്? ഞാനൊരു 30 കൊല്ലം പ്രവാസിയാണ്. ഈ പ്രവാസി മുനിസിപ്പാലിറ്റി
മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾ പണ്ടൊരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ടായിരുന്നു. ആ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മോർച്ചറിയായിട്ട് നടക്കുമ്പോൾ അതിന്റെ ഒരു രീതിയിലായിരുന്നു. ഇന്നത്തെ ആ ഒരു ഗവൺമെന്റ് വന്നതിന്റെ പുറത്ത് നല്ലൊരു വലിയൊരു വികസനം താലൂക്ക് ആശുപത്രിമാരി അത് മാത്രമേ മുനിസിപ്പാലിറ്റിയുടെ ഈ ഭരണം അതൊരു നല്ലൊരു വികസന ഭരണമാണ്. ഇവിടുത്തെ ട്രെയിനുകൾ പക്ഷേ ഇതൊരു ഈ കെട്ടിടം എന്താ പണിതിരാതിരിക്കുന്നത്? ഈ കെട്ടിടം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നിമിഷം, ഈ KSRTC ബസ് സ്റ്റാൻഡ് നിങ്ങളെ മഴയത്ത് ചോരുന്നത്? ഈ KSRTC ബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTC എന്ന് പറഞ്ഞാൽ മന്ത്രി രാജു ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ വികസനത്തിന് വേണ്ടി മന്ത്രി രാജു വികസനിച്ചിരിക്കുന്ന ഈ ഗവൺമെന്റ് കാണുന്നുണ്ട്. അല്ല ആ ഗവൺമെന്റ് ഈ മുനിസിപ്പാലിറ്റി പറയട്ടെ കുളത്തപ്പുഴ ഉദ്ദേശിക്കുന്ന ഏത് ചോദ്യമാണ്? അപ്പൊ പ്രിയപ്പെട്ടവരെ, മറ്റൊരു ചോദ്യം കൂടി. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള സദസ്സ് 15-20 ദിവസത്തിനുള്ളിൽ പരാതികൾ പരിഹരിക്കുമെന്നുള്ള കാര്യം പറയുകയുണ്ടായി. ഇന്നിപ്പോൾ 20 ദിവസം പിന്നിട്ടിരിക്കുക. ഇതിൽ ഏത് പരാതിയാണ് ഇവർ പരിഹരിച്ചത്? ഇവർ പരിഹരിച്ചു. എന്താണ് പരിഹരിച്ചത്? ഇവിടെ കോർപ്പറേഷനിലേക്ക് കൊടുക്കേണ്ട പരാതി താലൂക്കിലോട്ട് അയച്ചു കൊടുക്കും. താലൂക്കിൽ കൊടുക്കേണ്ട പരാതി തിരിച്ച് കോർപ്പറേഷനിലോട്ട് അയച്ചു കൊടുക്കും. അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അരുൺകുമാറിന്റെ ഞാൻ ഒരു കാര്യം പറയാം. അവസാനമായി ലൈഫ് ഭവന പദ്ധതിയുടെ ലിസ്റ്റ് ഏത് വർഷമാണ് ഇവിടെ? മറുപടി എന്താ ചോദ്യം? ഞാൻ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതികൾ, ആയിരക്കണക്കിന് പരാതികളാണ് നവകേരള സദസ്സുമായി ഓരോ മണ്ഡലങ്ങളിൽ കിട്ടുന്നത്. നിരവധി പരാതികൾ ഈ ഘട്ടത്തിൽ തന്നെ പരിഹരിച്ചു. നമ്മൾ കണ്ടതാണ് ഒരു കുഞ്ഞിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട്, അതുപോലെ പട്ടയ പ്രശ്നങ്ങള്, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഫയലുകൾക്കകത്ത് നിരവധി, ഞാൻ പറയാലോ, ഒരു കുഞ്ഞിന് ചികിത്സ അനുവദിച്ചു കൊടുത്ത പരാതി ഉണ്ടല്ലോ, ആ ചികിത്സ അനുവദിച്ചു കൊടുത്ത പരാതിയുണ്ട്. അതുപോലെ നിരവധി ആളുകളുടെ പട്ടയ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള തൊഴിൽ സംബന്ധമായ പ്രശ്നമുണ്ട്. നൂറുകണക്കിന് പരാതികൾ ഈ ഘട്ടത്തിൽ തന്നെ പരിഹരിക്കുന്ന നിലയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതാണ് ഇവിടെ കൊട്ടിഘോഷിച്ച ഉമ്മൻചാണ്ടി സാറിന്റെ അവിടെ സദസ്സുണ്ടായിരുന്നല്ലോ. ഏത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടിട്ടില്ലല്ലോ. ഇവിടെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് മുതൽ ഇന്ന് കുന്നത്തൂരിൽ അവസാനിച്ച് നിൽക്കുമ്പോൾ ഓരോ മണ്ഡലങ്ങളിലേക്കും 10,000-കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തുന്നത്. അവർ പരാതി കൊടുക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് ഈ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അത് അക്ഷരാർത്ഥത്തിൽ ആ പരാതികൾ പരിഹരിക്കും. പരാതി പരിഹരിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ കേരളത്തിൽ ഒരു ജനങ്ങൾ ഒരു പരാതി പരിഹരിച്ച ആര് പറഞ്ഞിട്ടില്ല. ഉമ്മൻചാണ്ടി സാറ് ഫാത്തിമ മാതാ നാഷണൽ കോളേജ് ശരി. ഒരു നിമിഷം വന്നാട്ടെ, ആ ക്യാമറ ഇരിക്കുന്നത് പ്ലീസ്. ഒരു നിമിഷം പ്രവീണ ഒന്ന് വന്നാട്ടെ, മുമ്പോട്ട് വന്നാട്ടെ. പച്ച കട്ടായിട്ടാണ് സുന്ദരല്ലേ? പറഞ്ഞോ, എന്താ കാര്യം? ഒന്നുമില്ലേ? പറഞ്ഞോ. ഈ സർക്കാരിനെ തകർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസും BJPയുടെ അന്തർധാരയാണ്. കാരണം തുടർ ഭരണം ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവൂല്ലയോ? തീർച്ചയായിട്ടും ഉണ്ടാവും. എന്ത് പറയാനുണ്ടാവും? ഇപ്പൊ ഒരു അനുഭവം പറഞ്ഞു, പട്ടയം. ഇനിയും ആയിരക്കണക്കിന് പട്ടയത്തിന്റെ അപേക്ഷകൾ ഇപ്പം ചെന്നിട്ടുണ്ട്. അപ്പം ഇനി അതിനെല്ലാം തുടർ നടപടി ഉണ്ടാവുമെന്ന് CM പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഉണ്ടാവും തീർച്ചയായിട്ടും. അതിന്റെ പ്രയോജനം തന്നെയാണ്. ശരി, ചുരുക്കി ഈ ബിൽഡിംഗിന്റെ, ഈ മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് നമ്മൾ നവീകരിക്കണം. അതിന്റെ എന്താ അതിന് വേണം ഈ ട്രാൻസ്പോർട്ട്. ഇപ്പം കുളത്തപ്പുഴ, തെമ്മല, ആര്യങ്കാവ്, ചെങ്ങുരുട്ടി എല്ലാ ഭാഗങ്ങളിലും വണ്ടി സർവീസുകളുണ്ട്. ഇപ്പം അതിന്റെ പരിഹരണമാണ് ഈ റോഡ് വികസനം. ഇപ്പൊ തന്നെ മൂവാറ്റുപുഴ റോഡ് വരെ നല്ല വികസനമാണ്. വികസനം അങ്കമാലി വരെ ഈ വികസനം മൊത്തം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ ഒരു വലിയ വികസനമാണ്. അത് BJPയുടെ മാത്രമല്ല, ഇത് എല്ലാവരും കോൺഗ്രസിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു അജണ്ടയാണ്. ഇവിടെ ഇത്രയും വലിയ ആശുപത്രി നടന്നിട്ട് എല്ലാവരും തിരുവനന്തപുരത്ത് പോകുന്നതെന്ന് വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡോക്ടർമാരുടെ ഒരു അപാകതയുണ്ട്. ആ അപാകത എന്ന് പറഞ്ഞാൽ
അത് ചോദ്യമാണോ? എല്ല് ഡോക്ടർ വരുമ്പോ ഒരു അടിയന്തരമായിട്ട് നമുക്കൊരു അടിയന്തരമായിട്ട് ഒരു അപകടം നടന്നു. പെട്ടെന്ന് ഒരു അപകടം നടക്കുമ്പോൾ പെട്ടെന്ന് ഇവര് തിരുവനന്തപുരത്തോട്ട് വിടുവാണ് ഡോക്ടർമാര്. അത് എന്തുകൊണ്ടെന്നാണ് നമ്മൾ അത് പരിഹരിക്കണം. താലൂക്ക് ആശുപത്രിയുടെ പറ്റൂ. നമ്മൾ റഫറിലേക്കും ജനറൽ ആശുപത്രി ആവാൻ വേണ്ടി ഞങ്ങൾ നിവേദനം കൊടുക്കുകയും ഈ ഇടതുപക്ഷ സർക്കാർ പിണറായി സർക്കാർ പോകുന്നതിന് മുമ്പ് ഇത് ജനറൽ ആശുപത്രി ആക്കുമെന്ന് ഞങ്ങളുടെ MLAക്ക് ഉറപ്പ് തന്നിട്ടുള്ള വിശ്വസിക്കുന്നു. ശരി, ചേട്ടാ എന്താ കുറച്ചായിട്ട് പറയുന്നുണ്ട്, എന്താ സംഭവം? ഇവിടെ കോൺഗ്രസിലെ ഒരു ജയപ്രകാശ് സാർ, ആ സാർ ഇതിന് വേണ്ടി മൊത്തം പല ഇതിലും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പ്രകടനവും കാര്യങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. ഇന്നെന്താ ആ സാറിനെ കാണാത്ത? ആ സാറിന് ഇവിടെ കാണാൻ നമ്മുടെ ഈ മുനിസിപ്പാലിറ്റിയിലെ ഈ 7 നില ബിൽഡിംഗ് നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മൂത്രപ്പുര പോലെയാണ് ഇപ്പൊ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം 5 കോടി രൂപ മുടക്കി വർഷങ്ങളായി 6-7 വർഷമായിട്ട് ഇതിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല. നമ്മുടെ ഫ്ലാച്ചേരിയിലെ ലൈഫ് മിഷന്റെ ഫ്ലാറ്റ് സംശയം എന്തൊരു തടസ്സം? ഇതിന്റെ തടസ്സം എന്ന് പറഞ്ഞാൽ ഈ പൈസ വക മാറ്റി ചെലവഴിച്ചിരിക്കുകയാണ് മുനിസിപ്പാലിറ്റി. 5 വർഷമായി ഇതിന്റെ പണി പൂർത്തിയായി. ഇന്ന് ഇവിടെ വരുന്ന യാത്രക്കാരെല്ലാം ഇതിനകത്താണ് മൂത്രം ഒഴിക്കുന്നത്. അപ്പൊ ഏറ്റവും വലിയ മൂത്രപ്പുരയായിട്ട് മാറി. ലൈഫ് മിഷന്റെ ഫ്ലാറ്റ് സംശയമുണ്ട് ഇവിടെ. ആ ഫ്ലാറ്റ് സംശയത്തിൽ ചതുപ്പ് നിലത്തിൽ 5 കോടി രൂപ മൂത്രപ്പുര. ഈ ലൈഫ് മിഷനിൽ അഴിമതിയുണ്ട് ഇവിടെ. ഇവിടെ ഒരു ഫ്ലാറ്റ് സംശയം ഉണ്ടാക്കി. ഈ ഫ്ലാറ്റ് സംശയത്തിൽ അവിടെ വെള്ളക്കെട്ടിനകത്ത് ആ കെട്ടിടം കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനകത്ത് മൂത്രവും അതിന്റെ മറ്റു മാലിന്യങ്ങളെല്ലാം മഴ പെയ്യുമ്പോ പുറത്തു വെക്കി വരിക. അരുൺ, നമ്മൾ ചർച്ച അവസാനിപ്പിക്കും മുമ്പ് ഇതിന് മറുപടി ചുരുങ്ങിയ വാക്കിൽ പറയണ സമയം അവസാനിച്ചു. ചോദ്യം കേട്ടില്ല. അതായത് ഈ ബിൽഡിംഗ് അടക്കം കെടുകാര്യസ്ഥതയുടെ തെളിവാണെന്നതാണ് BJPയുടെ ആരോപണം. ഈ ബിൽഡിംഗ് അടക്കം ഈ പുനലൂർ മണ്ഡലത്തിൽ മലയോര ഹൈവേ അടക്കം ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട്, റബ്ബർ കൃഷിക്കാരെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട്, ഇവിടെ റോഡുകളുമായി ബന്ധപ്പെട്ട്, പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടെല്ലാം ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും ജനപ്രതിനിധികളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടത്തിയിട്ടുള്ള വികസനങ്ങൾ ഈ നാടിന്റെ മലയോര നാടിന്റെ ആകെ മുഖച്ഛായ മാറ്റുന്ന വികസന പ്രവർത്തനമാണ് ഏറ്റെടുത്തുള്ളത്. ഇന്ന് നമ്മളെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ടാർപോളിൻ കെട്ടി മറച്ച ജീവിതങ്ങൾ, ടാർപോളിന്റെ അടിയിൽ ജീവിച്ചുകൊണ്ട് നരകയാതന ജീവിച്ചു തീർക്കുന്ന മനുഷ്യരുകൾ, ആ മനുഷ്യരുടെ ജീവിതങ്ങളെ മതിലുകെട്ടി മറയ്ക്കുന്ന ഭരണകൂടങ്ങളുള്ള രാജ്യത്തിനകത്ത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടൊരുക്കി കൊടുത്ത ലൈഫ് പാർപ്പിട പദ്ധതി ഈ പുനലൂരിന്റെ മണ്ണിൽ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയം അടക്കം നിർമ്മിച്ചുകൊണ്ട് ഏറ്റവും സാധാരണക്കാരന്റെ മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന സാധാരണ അവിടെ ടാർപോളിൻ കെട്ടിയ ജീവിതങ്ങളെ മതിലുകൊണ്ട് മറയ്ക്കാണ്. ശരി, നവകേരള സദസ്സ് കൊല്ലം ജില്ലയിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയിലേക്ക് കടക്കും. സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഒപ്പിയെടുക്കുന്നതിനോടൊപ്പം ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാനാണ് ഈ മന്ത്രിസഭ ചലിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ ഈ നവകേരള സദസ്സ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവുന്നില്ലെന്ന് മാത്രവുമല്ല, ആക്രമണങ്ങൾ ഉണ്ടാവുന്നുവെന്നും അതിനെതിരെ പ്രതിഷേധ മാർച്ചിനൊരുങ്ങുകയാണ് പ്രതിപക്ഷമെന്നും പറയുന്നു. 20-ാം തീയതി പ്രതിപക്ഷത്തിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ചുണ്ട്. ഗവർണർ ഇന്നിപ്പോൾ കോഴിക്കോട് നിന്നും തിരുവനന്തപുരത്തേക്ക് ഇറങ്ങുമ്പോൾ SFIയുടെ മാർച്ചുണ്ട്. നവകേരള സദസ്സിനോടൊപ്പം പ്രതിഷേധങ്ങളും തുടരുകയാണ്. വീണ്ടും എത്തും ജനസഭ നാളെ കൊല്ലം ജില്ലയിൽ നിന്നും, കൊല്ലം നഗരത്തിൽ നിന്നും നാളെ വൈകുന്നേരം 7 മണിക്ക്. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഡിബേറ്റ് വിത്ത് നികേഷ് കുമാർ കാണാം. ഓവർ ടു നികേഷ് കുമാർ.